ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 82ാമത്തെ ക്ലാസ്സിലേക്ക് 2026 മാർച്ച് മാസം 25 ബുധനാഴ്ച ഏവരെയും കർത്തനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം കല്യാണ നാളിനെ കുറിച്ചുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നാം കാര്യങ്ങളെ ചിന്തിച്ചത്. എന്നാൽ അത് കല്യാണ നാളുകൾ കഴിയുമ്പോൾ അതിന് ശേഷമായി നടക്കേണ്ടുന്നത് ഭൂമിയിൽ നടക്കേണ്ട കല്യാണ സദ്യയാകുന്നു. അത് സംബന്ധമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അറിയിപ്പ് ദൈവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അത് വെളിപ്പാട് ദിവസം 19 അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് അതരുത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹപൃഥ്വിനത്രേ ദൈവത്തെ നമസ്കരിക്കുക. യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗീയ വിവാഹം മണവാളനും മണവാട്ടിയും അഥവാ ആത്മമണവാളനാകുന്ന ക്രിസ്തുവും ആത്മമണവാട്ടിയാകുന്ന ദൈവസഭയും ഒന്നായി ചേരുന്ന ആ ഏറ്റവും മർമ്മപ്രധാനമായ സമയം ആസന്നമായതിനെക്കുറിച്ചും അന്ന് നടക്കുന്ന സ്വർഗീയ വിവാഹത്തിൽ അവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. അപ്പോൾ മണവാളനായിരിക്കുന്ന ക്രിസ്തു മണവാട്ടിയാകുന്ന ആദിജാതന്മാരുടെ സഭയെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ആ ശുശ്രൂഷയിൽ അവിടെ പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന അബ്രഹാം ഉൾപ്പെടെയുള്ളവർ അവർ തേജസ് രൂപികളായി നക്ഷത്ര തേജസ്സുള്ളവരായി ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ നക്ഷത്ര തേജസ്സുള്ള ബന്ധത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന മണവാളൻ്റെ തോഴ്മക്കാരായിരിക്കുന്ന ഗണത്തിൽപ്പെടുന്ന പഴയ വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്ന 144,000 എന്ന വിശുദ്ധ ഗണവും അവിടെ അന്ന് ഈ വിവാഹ ശുശ്രൂഷ ബന്ധത്തിൽ അവിടെ പങ്കാളികളായി അവിടെ ഉണ്ടായിരിക്കും. ദൈവസഭയുടെ 60% വിശ്വാസത്തെങ്കിലേക്ക് എത്തുന്നവരും പുനരുത്ഥാന ശരീരത്തിൽ ചന്ദ്രദേശന് യോഗ്യരാകുന്നവരുമായ വിശുദ്ധന്മാർ കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ തോഴിമാരായി സ്വർഗത്തിലുണ്ടായിരിക്കും. ഇവർക്കൊക്കെ അന്ന് പ്രത്യേക പദവികളും വിവാഹത്തോട് ബന്ധത്തിലുള്ള ദൗത്യങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണാനുമായിട്ട് സാധിക്കും. അപ്പോൾ ആരൊക്കെയാണ് വിവാഹത്തിൽ സ്വർഗത്തിൽ ഉണ്ടാകേണ്ടത്? ഒന്ന്, മഹാരാജാവായിരിക്കുന്ന കുഞ്ഞാടാം ദൈവം താൻ രാജാവായി താൻ അവിടെ രാജ്യത്തെ ഏറ്റെടുത്ത ശേഷമാണ് ആത്മമണവാട്ടിയാകുന്ന ദൈവസഭയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് എന്നുള്ളത് സേനാ ദിവസമുള്ള ബന്ധത്തിൽ നിന്ന് കല്യാണ നാളിലേക്ക് മാറ്റപ്പെടുന്നുള്ള ബന്ധത്തിൽ നാം അത് ചിന്തിച്ചിരുന്നു. അപ്പോൾ അന്ന് അവിടെ സന്നിഹിതരായിരിക്കേണ്ട വിശുദ്ധന്മാരിൽ സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന സകല വിശുദ്ധന്മാരും സ്വർഗാസുഖത്തിൽ അന്ന് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ എല്ലാം മധ്യത്തിൽ വെച്ചാണ് കുഞ്ഞാടാം ദൈവത്തിൻ്റെ വിവാഹം നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. എന്നാൽ അവർ കല്യാണത്തിൽ പങ്കാളികളോ ആകുന്നവരാണ്. നമുക്കറിയാം, ഒരു വിവാഹ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യതയുള്ളത് വിവാഹത്തിൻ്റെ വരനും വധുവും വിവാഹം നടത്തി കൊടുക്കേണ്ട ഉത്തരവാദപ്പെട്ടവർ, അതുപോലെ അന്ന് അവിടെ പ്രത്യേകമായി സന്നിഹിതരായിരിക്കേണ്ട പ്രിയപ്പെട്ടവർ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവരായിട്ടുള്ള വിവാഹ സദ്യയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരോ അവർക്ക് പ്രത്യേക ഡ്രസ്സോ അല്ലെങ്കിൽ അവർ ഇന്ന ഡ്രസ്സ് ധരിച്ചു വരണമെന്നൊന്നും ഇതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ കല്യാണ വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ച് നമുക്കിവിടെ ഭൂമിയിലുള്ള കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു വസ്ത്രമൊന്നും ഇവിടെ ധരിക്കേണ്ട. അപ്പോൾ നമ്മളെ ഒരു കല്യാണത്തെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണമെന്ന് ഇവിടെ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ടുകൊണ്ട് പോകാം. എന്നാൽ സ്വർഗീയ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് പുനരുത്ഥാനമോ തേജസ്സോ പ്രാപിക്കുന്നവരല്ല കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ. അവർ ഭൂമിയിൽ ജീവനോടിരിക്കുന്നവരാകുന്നു.
എന്നുള്ളതിനുള്ള ബന്ധത്തിലാണ് ഈ സന്ദേശം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് മണവാട്ടി സഭയെക്കുറിച്ചോ സ്വർഗാസ്വർഗത്തിലുള്ളവരെ കുറിച്ചോ ഉള്ള കാര്യമല്ല. നമ്മൾ അറിയാം, നമ്മുടെ ഒരു ആരുടെയെങ്കിലും മകൻ്റെയോ മകളുടെ കല്യാണത്തിന് നമ്മൾ കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരല്ല. അങ്ങനെ അവരെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കല്യാണ സദ്യക്കാണോ ക്ഷണിക്കപ്പെട്ടവരല്ല. നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരൊക്കെ ഒന്നും കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരല്ല. അവരെ കല്യാണത്തിൻ്റെ പ്രധാന വ്യക്തികളാണ്. അവർ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരല്ല. എന്നാൽ വിവാഹത്തിന് കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെടുന്നവരുണ്ട്. നമുക്കറിയാം, അത് അത്ര അടുത്ത ബന്ധുക്കളല്ല. അത്ര അടുത്ത അവർ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. അവർക്ക് അതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഒരുക്കം അതിനാവശ്യമില്ല. സമയം കിട്ടിയാൽ വന്നാൽ മതി, സമയം കിട്ടിയില്ലെങ്കിൽ വരേണ്ട ആവശ്യമില്ല. എന്നാൽ അങ്ങനെയല്ലല്ലോ. അതിനോട് അടുത്ത ഉറ്റ ബന്ധുക്കാർക്ക് അങ്ങനെയല്ലല്ലോ. അങ്ങനെ അലംഭാവത്തോടെ അങ്ങനെ ഒരു നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതിന് വളരെ താല്പര്യമുള്ളതാണ്. എന്നാൽ ഒരാൾ വരണം എന്നുള്ളത് മസ്റ്റാണെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം വലുതാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ചൊരു ദൗത്യം ഇല്ലെങ്കിൽ, ഒരു ആവശ്യമില്ലെങ്കിൽ ചെന്നില്ലേ കുഴപ്പമില്ല. എന്നാൽ മണവാളനും മണവാട്ടിയുടെയും ആ തോഴ്മക്കാരും തോഴിമാരുമാകുന്നവരുടെ എണ്ണം അത് മസ്റ്റാണ്. അവിടെ പ്രസൻ്റ് ആയിരിക്കണം. അത് കുറയാൻ പാടില്ല. അതവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ട ഇന്ന് രാത്രിയിൽ നാം തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതേക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കല്യാണ സദ്യ എന്നുള്ളത് ഭൂമിയിൽ വെച്ച് നടക്കുന്നതാണ് എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇവിടെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എഴുതുന്നത്. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാണ്ട് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടൻ തന്നെ പറയുന്ന അടുത്ത കല്യാണ സദ്യ നടക്കാൻ പോകുന്നത്, അതിന് എഴുതിക്കൂ, ഒരു ഭാഗ്യവാന്മാരാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഈ ഒരു വലിയ സന്ദർഭം കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ചിലർ വിചാരിക്കുന്നത് കല്യാണം നടക്കുന്ന സ്വർഗാസ്വർഗത്തിൽ വെച്ച് തന്നെ കല്യാണ സദ്യ നടക്കുന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. കല്യാണ സദ്യ ഭൂമി വെച്ചാണ് നടക്കേണ്ടത്. അപ്പം അതിന് ഒരുങ്ങിയിരിക്കുവാൻ വേണ്ടി ദൈവം ക്ഷണിച്ചിരിക്കുന്നവരുണ്ട്. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരുണ്ട്. അപ്പോൾ അവരോട് ഭാഗ്യവാന്മാരാണ്, ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ്. പക്ഷെ അത് അതിലേക്ക്, ആ ക്ഷണത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ നമസ്കരിക്കേണ്ടത് അവൻ്റെ കാൽക്കൽ വീണു. ഈ ദൂതൻ ക്രോധകലശമുണ്ടായിരുന്ന ഒരു ദൂതനാണ് ഇതെല്ലാം അവന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ട് ആശ്ചര്യപ്പെട്ട് യോഹന്നാൻ അപ്പോസ്തലൻ അതാൻ കുഞ്ഞാടിൻ്റെ രാജകീയ സിംഹാസനത്തിലേക്കുള്ള അവൻ്റെ പദവി ഏറ്റെടുക്കലും അതുപോലെ കുഞ്ഞാടിൻ്റെ കല്യാണവും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവന് നേരെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവനിത് കാണിച്ചു കൊടുത്ത ദൂതനെ നമസ്കരിക്കാൻ അവൻ്റെ കാൽക്കൽ വീണപ്പോൾ അവനോട് പറയുകയാണ്, അതരുത്. ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും, സഹവർത്തിനത്രേ, യേശുവിൻ്റെ സാക്ഷ്യമുള്ള സഹോദരന്മാർക്കെന്നല്ല പറയുന്നത്, യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്ക്. അതിൻ്റെ അർത്ഥം ഈ പുത്രത്വം പ്രാപിച്ചവനാണ്, പുത്രത്വം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടാണ് യോഹന്നാൻ. അപ്പോൾ യോഹന്നാനെ പോലെയുള്ളവരെയാണ് നിന്റെ സഹോദരന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ സഹോദര പദവിയിലുള്ളവരുണ്ട്, നമ്മളത് മനസ്സിലാക്കി. അത് കുഞ്ഞാടിൻ്റെ തോഴിമാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ് സഹോദര പദവിയിലുള്ളവർ എന്ന് മനസ്സിലാക്കി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്ക്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തോലിക പദവിയുള്ളവനാണ്, അവൻ മണവാട്ടി സഭയുടെ ഭാഗമാണ്. അപ്പോൾ അവനോട് ബന്ധമുള്ള ആ സഹോദരന്മാരുടെ ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറയുകയാണ്, സഹവർത്തിനത്രേ, ദൈവത്തെ നമസ്കരിക്കുക, യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. അപ്പം യേശുവിൻ്റെ സാക്ഷ്യം സുവിശേഷമാണ്, അത് ത്രികാല പ്രവചനമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നൊരു പ്രാരംഭത്തെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ മനുഷ്യൻ പാപിയായിരുന്നു എന്നുള്ളതും യേശു ക്രിസ്തുവിൻ്റെ മരണ മുഖാന്തരം ഇപ്പോൾ സുവിശേഷ മുഖാന്തരമായി രക്ഷ പ്രാപിക്കാമെന്നും സുവിശേഷത്തെ വിശ്വസിക്കാതിരുന്നാൽ
നിത്യമായ നാശത്തിലേക്ക് പോകുമെന്നുള്ളതാണ് സുവിശേഷം. സുവിശേഷം ലോകത്തോട് അറിയിക്കുമ്പോൾ പറയുന്നത് ആദം മുതലുള്ള സകല മനുഷ്യനും പാപത്തിൽ പിറന്നുവെന്നുള്ളത് അത് ഭൂതകാല സംഭവമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെന്നും മനുഷ്യൻ പാപിയായി തീർന്നെന്നും അതാണ് ഭൂതകാല സംഭവത്തോടുള്ള ബന്ധത്തിലുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ ഈ വർത്തമാനകാലത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരമായി പാപത്തിന് പരിഹാരമുണ്ട്, മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കാമെന്നുള്ളതാണ് വർത്തമാനകാല സന്ദേശം. എന്നാൽ ഇതേ സുവിശേഷം ഭാവി കാലത്തെക്കുറിച്ച് പറയുന്നു. ആരെങ്കിലും സുവിശേഷത്തെ അവഗണിച്ച് നിസ്സാരമാക്കി കളഞ്ഞ് മാനസാന്തരപ്പെടാതെ ദൈവഭാഗത്തേക്ക് വന്നില്ലെങ്കിൽ നിത്യശിക്ഷാവിധിക്ക് ഇടയായിത്തീരും എന്നുള്ളതും ഭാവി കാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ പാപിയാണ്, അവനെ വർത്തമാനകാല സുവിശേഷം കൊണ്ട് അവനെ ശുദ്ധീകരിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഉന്നതമായ വിവിധ വിശുദ്ധന്മാരുടെ ശ്രേണികളിൽ ഏതെങ്കിലും നിരകളിൽ പെടാനുള്ള ഭാഗ്യമുണ്ടാകും. നിത്യജീവനെ പ്രാപിക്കാം. അതിലും ശ്രേഷ്ഠമേറിയിരിക്കുന്ന കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ തോഴിമാരായി തീരാനുള്ള ഭാഗ്യത്തിലേക്ക് എത്താം. അല്ല, നൂറുമേനി വിളയുന്ന തികവിലേക്ക് എത്തുന്നെങ്കിൽ അവൻ്റെ മണവാട്ടിയായി തീരാം. ആ വലിയ ഭാഗ്യമുള്ളപ്പോൾ അത് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ സന്ദേശമാകുന്ന സുവിശേഷത്തെ നാം ഒരു ശിശുവിനെ പോലെ സ്വീകരിപ്പാനിടയാത്തുന്നു. നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾ ഒക്കെ വെച്ച് കണക്കൂട്ടിയാൽ ഇതൊക്കെ സാധ്യമാകത്തില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നാം ദൈവവചനത്തെ സ്വീകരിച്ചതിനായി അത് മുഖാന്തരമായി നമുക്ക് വിശ്വാസത്തിൻ്റെ വർധനവിനായി വചനത്തെ വായിക്കും. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ആ ശൈശവാവസ്ഥയിൽ നിന്ന് വളർച്ച പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ തികഞ്ഞ പ്രായത്തിലേക്ക് അഥവാ സ്നേഹത്തിൻ്റെ സമ്പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിനെയാണ് ക്രിസ്തീയ തികവ് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത്. വചനം നാം വായിക്കുന്നു, പഠിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. ആ സ്നേഹം അത് വർദ്ധിച്ചു വന്ന് അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് എത്തുന്നതിനെയാണ് ഒരു മനുഷ്യൻ വിശ്വാസത്തെകുരെത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന, പൂർണ്ണമായും യേശുവിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെയാണ് ക്രിസ്തീയ വിശ്വാസത്തിലെ തികവുള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒരു മണവാളനെ മണവാട്ടി സ്നേഹിക്കുന്നത് പോലെ, ആഴമായി സ്നേഹിക്കുന്നത് പോലെ, ഒരു സ്വന്തമായിട്ടുള്ള ഒരു ബന്ധം പോലെ ഭർത്താവും ഭാര്യയും ഒന്നായി തീരുന്ന ഒരു സ്നേഹബന്ധമാണ് വിവാഹത്തോട് വെളിപ്പെടുന്നതെങ്കിൽ യേശുവാകുന്ന മണവാളനോട് അവൻ്റെ സ്നേഹം കളങ്കമില്ലാത്ത സ്നേഹമാണ്. ക്രിസ്തുവിനെ അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മണവാട്ടിയുടെ ഗണത്തിൽപ്പെടുന്നവരെയാണ് തികവ് പ്രാപിക്കുന്ന സ്നേഹത്തിൻ്റെ തികവിലേക്ക് എത്തുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ഇതുവരെയും നമ്മുടെ സ്നേഹം കർത്താവിനോട് വർദ്ധിച്ച് വരുന്നില്ല എങ്കിൽ നാം എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട്. എന്നാൽ സകലതും നമുക്ക് വേണ്ടി ഒഴിഞ്ഞു തന്ന, നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ കർത്താവിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ ഇന്ന് പകൽ സമയം കിട്ടിയ അല്പസമയം ഞാൻ ചിന്തിച്ചപ്പോൾ വിചാരിച്ചു, ഇവിടെ ബൈബിളിൽ ഒരു ഭാഗം ഇങ്ങനെ എഴുതിയിരിച്ചിട്ടുണ്ട്, നടന്ന ഗോപുരങ്ങളെ എണ്ണുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് യെരൂശലേം ദേവാലയത്തിൻ്റെ ഗോപുരങ്ങൾ അഥവാ ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന നഗരത്തിൻ്റെ ഗോപുരങ്ങളെ എണ്ണാൻ പറഞ്ഞ് അത് ഒരു ഭാഗം കിടപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, അത് മനോഹരമായിരിക്കുന്ന 12 ഗോപുരങ്ങൾ അത് പണിതുയരുമ്പോൾ നഗരവും ഇതെല്ലാം പണിയപ്പെടുമ്പോൾ സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയതിനെ വളരെയധികം സ്പർശിപ്പാട്ടിടയാത്തുന്നു. ഇനി അതേക്കുറിച്ച് ആഴമായി ആ വിഷയം ചിന്തിപ്പാട്ടിടയാത്തുന്നു. അവിടെ എഴുതിയിരിക്കുന്നതാണ്, എൻ്റെ അസ്ഥികളെ ഒക്കെ എണ്ണാമെന്ന്. കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചപ്പോൾ അവൻ്റെ വേദനയുടെ ആധിക്യം മുഖാന്തരമായി നമുക്കറിയാമല്ലോ, വേദന വർദ്ധിച്ചു കഴിയുമ്പോൾ ശരീരം ക്ഷീണിച്ചു പോകും, ശരീരത്തിൻ്റെ വെയിറ്റെല്ലാം കുറഞ്ഞു പോകും. വലിയ അതിവേദനയായി കഴിയുമ്പോൾ പലരും പറയാറില്ലേ, പെൻസിൽ പോലെയായി എന്ന് പറയാറില്ലേ. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാരം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് അവനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അസ്ഥികളെയൊക്കെ എനിക്ക് എണ്ണാമെന്നാണ്. പ്രിയപ്പെട്ടവരെ, മനോഹരമായിരിക്കുന്ന ആ പുതിയ യെരൂശലേമിനെക്കുറിച്ചും നാം പഠിക്കും, ഗോപുരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ മനോഹരമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമുക്ക് വേണ്ടി അതിവേദനയായി ക്രൂശിൽ പടഞ്ഞു മരിച്ച ക്രിസ്തുവിൻ്റെ അവൻ്റെ അസ്ഥികളെ എണ്ണത്തക്കവണ്ണം അവൻ നമുക്ക് വേണ്ടി
എത്രമാത്രം വേദന സഹിച്ചു, ഭാരം സഹിച്ചു എന്നുള്ളത് രാത്രിയിൽ ഓർത്തിട്ട് വേണം നമ്മുടെ കർത്താവിനെ സ്നേഹിപ്പാനായിട്ട്. ആഴമേറിയൊരു സ്നേഹം ഉണ്ടാകണം. പ്രിയപ്പെട്ടവർ, നമ്മളിതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാകുമ്പോൾ ഇതിൻ്റെ പിമ്പിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അവൻ സഹിച്ച ആ കഷ്ടത എത്ര വലുതായിരുന്നു. അവനെ കുത്തിത്തുളയ്ക്കപ്പെട്ടു. ഇവിടെ പറയുകയാണ്, എൻ്റെ അസ്ഥികളൊക്കെ എനിക്ക് എണ്ണാം. അതേ, ഗോപുരങ്ങൾ 12 ഒക്കെ വളരെ മനോഹരമായി മുത്തുകളാൽ അലങ്കൃതമായിരിക്കുന്ന ഗോപുരങ്ങളെക്കുറിച്ചൊക്കെ നാം പഠിക്കുമ്പോൾ, നഗരത്തെക്കുറിച്ചൊക്കെ നാം തുറന്നു വർണ്ണിക്കുമ്പോൾ, അതിൻ്റെ മറുഭാഗത്തൊരു കാര്യം മനസ്സിലാക്കണം. മനുഷ്യവംശത്തിൽ നിന്ന് മനുഷ്യനെ ഇത്രമാത്രം ഉയർന്ന ഒരു ജീവനുള്ള ഒരു സൗധത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ജീവനായ നായകനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അസ്ഥികളെ എണ്ണത്തക്കവണ്ണം അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിപ്പാൻ ഇടയെത്തുന്നു. ആ സ്നേഹം മറന്നു കളയരുത്. ഇന്ന് രാത്രി ക്രൂശനായിരിക്കുന്ന യേശുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തലയ്ക്കകത്ത് കുറച്ച് വാക്യങ്ങൾ കാണാതെ പഠിച്ചു വെച്ചതുകൊണ്ടോ ചില കാര്യങ്ങൾ നാം എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി എടുത്തത് കൊണ്ടോ അല്ല നമ്മുടെ സ്നേഹം വർദ്ധിക്കുന്നത്. നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച നമ്മുടെ കർത്താവിനെ യഥാർത്ഥമായെന്ന് കാണാമെങ്കിൽ മുഖത്ത് തുപ്പലേറ്റവനായി ഒന്നും ഒരു തുള്ളി വെള്ളം പോലും അവന് കൊടുക്കാതെ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് അവൻ്റെ അസ്ഥികളെ എണ്ണത്തക്കവണ്ണം ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ കർത്താവ് എത്രമാത്രം വിരൂപമായി തീരുവാനിടയായി തീർന്നു. മനോഹര രൂപിയായ ആയിരങ്ങളിൽ 10,000ങ്ങളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന നമ്മുടെ ആത്മമണവാളൻ അന്ന് മനുഷ്യൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്കവണ്ണം അവൻ വികൃതമായ ഒരു വിരൂപമായി തീർത്തക്കവണ്ണം ആയിത്തീർന്നെങ്കിൽ അതിൻ്റെ പിമ്പിൽ നമ്മെ മനോഹരമാക്കി തീർക്കാൻ വേണ്ടിയായിരുന്നു. പുതിയ യെരൂശലേം എന്ന ഗോപുരങ്ങളോട് കൂടിയ നഗരത്തെ അതിൻ്റെ ശോഭയോടുകൂടെ പണിതെടുക്കാൻ വേണ്ടിയ കർത്താവിൻ്റെ കഷ്ടപ്പാടുകൾ. അതുകൊണ്ട് അതോർത്ത് വേണം നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ടാണ്. അവരെ വളർത്തിയതും അവരെ വളർത്തിക്കൊണ്ടുവന്നതും നാം അവർക്ക് വേണ്ടി കഷ്ടം സഹിച്ചതൊക്കെ അവർ ഓർക്കുമ്പോൾ അവർ നമ്മളെ സ്നേഹിപ്പാൻ ഇടയായിത്തരും. നാം അവർക്ക് വേണ്ടി ചെയ്തത് അവർക്ക് ഓർക്കും. അതെ, നമ്മുടെ ഇല്ലായ്മകളിൽ അല്ലെങ്കിൽ നാം അവർക്ക് വേണ്ടി ചെയ്തത്, അവരെ കൊണ്ടു നടന്നതൊക്കെ അവർ ചിന്തിക്കുമ്പോഴാണ് മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമ്മളെ എത്രത്തോളം കൊണ്ടുവന്ന, നമുക്കൊന്നിനൊരു കുറവില്ലാതെ നമ്മെ വളർത്തിക്കൊണ്ടുവന്ന, നമുക്കിതിനേക്കാളുപരിയായി നിത്യതയിൽ തരാനായി ഒരുക്കി വച്ചിരിക്കുന്ന വലിയ സകലവും നമുക്ക് ഒരുക്കിയിരിക്കുന്ന കർത്താവിനെ ഇന്ന് രാത്രിയിൽ അവൻ്റെ ക്രൂശിതമായിരിക്കുന്ന ആ മുഖത്തേക്ക് നോക്കി, അവൻ്റെ ആ ക്രൂശനായി കിടക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി രാത്രി പറയണം, കർത്താവേ, എനിക്ക് അങ്ങയെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിപ്പാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ അസ്ഥികളൊക്കെ എണ്ണപ്പെടുവാൻ കാരണമായിട്ടുള്ളത് അത്രമാത്രം നമ്മൾ വേദന സഹിച്ചതുകൊണ്ടാണ്. ക്രിസ്തു സഹിച്ച അടിപ്പിണരുകളാൽ ഇന്ന് രാത്രിയിൽ സൗഖ്യമുണ്ട്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവൻ വിരൂപമായി തീർന്നത് കൊണ്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ ക്രിസ്തുവിനോട് സദൃശമാക്കി തീർക്കുന്ന, ആത്മമണവാളനോട് സദൃശമാക്കി തീർക്കുന്ന സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായിരിക്കുന്ന സിയോനെ പണിതെടുക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടിയേറ്റ ആ കഷ്ടതകളെ ഓർത്തുകൊണ്ട് വേണം ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം വായിക്കുകയും പഠിക്കുകയും നാം ദിവസം കർത്താവിൻ്റെ കാത്തിരിക്കുകയും ചെയ്യേണ്ടത്. ഇതൊക്കെ മനോഹരമായിരിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇതിന് പിമ്പിൽ 2000 വർഷം മുമ്പ് തകർക്കപ്പെട്ട ഒരുവനുണ്ടായിരുന്നു. രാത്രിയിൽ അവൻ്റെ അസ്ഥികളൊക്കെ എണ്ണാം എന്ന രീതിയിൽ അതെ നമുക്കറിയാം അവൻ എത്രമാത്രം കഷ്ടം സഹിച്ചു, വേദന സഹിച്ചു. ഇതിനു വേണ്ടിയാ നമ്മെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനാക്കി മാറ്റുവാൻ വേണ്ടി. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്ന് നാം മാറിപ്പോകാതെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിനെ ഓർത്തുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവൻ നയിക്കുവാൻ ഈ ദൈവവചന പഠനം നമുക്ക് ഇടയാകട്ടെ. ഇതൊക്കെ വായിച്ച് മനസ്സിലാകുമ്പോൾ അത് യോഹന്നാൻ കാൽക്കീഴിൽ വീഴുകയാണ്. ഇതെല്ലാം കണ്ടവൻ ആശ്ചര്യപ്പെട്ടു പോയി. അവൻ നിൽക്കാൻ കഴിയാതെ ആ കാണിച്ചു കൊടുത്ത ദൂതന്റെ മുമ്പാകെ വീഴുക. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിന്റെ ആഴങ്ങൾ മനസ്സിലാകും തോറും, അതിന്റെ സത്യങ്ങൾ മനസ്സിലാകും തോറും നമുക്ക് ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ കഴിയത്തില്ല. നാം കവണ് വീണ് ദൈവത്തെ മഹത്വപ്പെടുത്തും. കാരണം അത്രമാത്രമായ ആശ്ചര്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഭക്തന്മാരൊക്കെ പാടിയത് ആശ്ചര്യമേ, ഇത് ആശ്ചര്യമേ എന്നൊക്കെ അവർ പാടാൻ കാരണം അത് ധ്യാനിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിരിക്കാൻ കഴിയത്തില്ല. കവണ് വീണ് ദൈവത്തെ മഹത്വപ്പെടുത്തും. അതാണ്
ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശയും സ്നേഹവും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ അവൻ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ദൂതൻ്റെ മുമ്പിൽ നമസ്കരിക്കാൻ വേണ്ടി വീണപ്പോൾ പറഞ്ഞാൽ അതരുത്, ഞാൻ നിങ്ങളുടെയൊക്കെ സഹവർത്തിനാ. അതുകൊണ്ട് ഇത്രമാത്രം ശക്തിയുള്ള ദൂതൻ പറയുകയാണ്, ഞാനൊന്നുമല്ല, ഞാനൊരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നാൽ നിങ്ങളതിലെല്ലാം വ്യത്യസ്തതയുള്ളവരാ. അതുകൊണ്ടാണ് പറയുന്നത്, നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും ഞാൻ സഹവർത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞ് യേശുവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഈ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ആരാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനം നമുക്ക് ഈ ദിവസങ്ങളിൽ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാമെങ്കിലും മണവാളനും മണവാട്ടിയും വിവാഹത്തിന് കല്യാണ സദ്യക്ക് വേണ്ടി ആണോ കല്യാണം കഴിക്കുന്നത്? അല്ല, അതിനു വേണ്ടിയല്ല. അതിനുവേണ്ടിയല്ല അവർ വിവാഹം കഴിക്കുന്നത്. അവൻ്റെ മാതാപിതാക്കളൊക്കെ ഒരു ആഹാരം കഴിക്കാൻ വേണ്ടിയാണോ കല്യാണം നടത്തുന്നത്? അതിനു വേണ്ടിയല്ല. എന്നാൽ കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞല്ലോ, അവരത്രമാത്രം പ്രാധാന്യതയുള്ളവരല്ല. എന്നാൽ അവരാരാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തത നമുക്ക് തീരുമാനത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി പഠിച്ചിട്ട് അതെല്ലാം ആകണമെന്ന് ആരും ചിന്തിക്കരുത്. ഇപ്പം ഇവിടെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈമുക്കരുത്. നമ്മൾ കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെടുമ്പോൾ നമ്മൾ അവനോടുകൂടെ പന്തിയിൽ ഇരിക്കാനുള്ളവരാണ്. മണവാളിൻ്റെ കൂടെ മണവാട്ടി ശേഷം നമ്മൾ കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരല്ല, കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ നാം കല്യാണ സദ്യക്ക് വേണ്ടി അല്ല, കല്യാണത്തിലെ മണവാട്ടിയായി തീരാനുള്ള സ്വർഗീയ വിളിക്കോകരിക്കാരായിട്ടുള്ളവരാണ് ദൈവസഭയുടെ തികവാകുന്ന വിശ്വാസികൾ. മറ്റുള്ളവരെ കുറിച്ച് ക്ഷണിക്കപ്പെട്ടവരാണ്. അത് വിവാഹത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന പദവിയിൽ ക്ഷണിക്കപ്പെട്ടവരാകുമ്പോൾ കുഞ്ഞാടിനോടുകൂടെ പന്തിയിലിരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുവാൻ, അഥവാ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ ഭൂമി നടക്കുമ്പോൾ അതിനോട് പങ്കാളിത്തമുള്ളവരാരാകുന്നു എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും പരിചിതമായിരിക്കുന്ന മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് സംബന്ധമായിരിക്കുന്ന നിരവധി സംശയങ്ങൾ മാറിക്കിട്ടും. വളരെ ശ്രദ്ധയോടെ ദേവനെ വായിക്കണം. അത് വായിച്ചെങ്കിൽ മാത്രമേ അതിലെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആഴമായി 7 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നാം എത്ര വായിച്ചാലും നമുക്കത് മനസ്സിലാകത്തില്ല. 25-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള ഭാഗം വായിക്കുമ്പോൾ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകും. ഇവിടെ സ്വർഗരാജ്യത്തെക്കുറിച്ച് അഥവാ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മം ഉപമയിലൂടെ കർത്താവ് വെളിപ്പെടുത്തുക. ഇത് ഉപമയായതുകൊണ്ട് ഇത് വലിയ കാര്യമാക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്. അത് അങ്ങനെ എന്തെങ്കിലും കഥ പറയുകയല്ല കർത്താവ് ചെയ്ത്. യേശുക്രിസ്തു ലോകത്തിൽ വന്ന് കഥ പറയാനാണോ വന്നത്? നമ്മൾ പണ്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ പറഞ്ഞവരെ ഉറക്കാൻ വേണ്ടി കഥകൾ പറഞ്ഞ പോലുള്ള കഥകളാണോ കർത്താവ് മെനഞ്ഞെടുത്ത് പറഞ്ഞത്? അതല്ല. യേശു പറഞ്ഞ ഓരോ ഉപമയ്ക്കകത്തും അത് ലോകസ്ഥാപനം മുതൽ മറിഞ്ഞിരിക്കുന്ന നിരവധി വിഷയങ്ങൾ അതിൽ അന്തർലീനമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപമകളെ കുറിച്ച് പറയുമ്പോൾ അത് ഉപമയാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിച്ച് കളയുവാൻ പാടില്ല. അതേക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് സത്യസന്ധമാണെന്നും കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള രീതിയിൽ അത് പറഞ്ഞിരിക്കുന്നതാകുന്നു. അതുകൊണ്ടാണ് ഉപമയായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യവും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ ഉപമകളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നിസ്സാരമായ കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കിയത്. ഈ ലാസറിൻ്റെയും ധനവാന്റെയും ഒക്കെ ഉപമയെക്കുറിച്ച് പറയുമ്പോൾ അത് വെറും കഥയാണ്, അതിനകത്ത് അങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വെറുതെ പറഞ്ഞ ഇവിടെ വന്ന് കഥ പറയുകയല്ല ചെയ്തത്. എന്താണ് പറഞ്ഞിരിക്കുന്നുള്ളത് വളരെ വ്യക്തമായി 78-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും എന്ന് പറഞ്ഞിരിക്കുന്നതാണ്.
ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം കേൾപ്പീൻ, എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പ്പീൻ. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. ആ വചനത്തെ കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഉപമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 13-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ തുറക്കും, ലോകസ്ഥാപനം മുതൽ മറഞ്ഞിരുന്നത് ഉച്ചരിക്കും. ലോകസ്ഥാപനം മുതൽ മറഞ്ഞിരുന്നത് ഉച്ചരിക്കും. ലോകസ്ഥാപനം മുതൽ അഥവാ മനുഷ്യ സൃഷ്ടി മുതൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് കർത്താവ് ഉപമകളായിട്ട് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഉപമകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ വചനം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പഠിക്കുക. അതല്ലാതെ ഒരു കഥപ്പുസ്തകം എടുത്ത് വെച്ച് വായിക്കുന്നത് പോലെ ഒരു കഥ പറഞ്ഞു പോയി എന്നുള്ളതല്ല, അതൊരു ഗുണപാഠം ഉണ്ടായി എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. എന്താ പറഞ്ഞിരിക്കുന്നത്? 78-ാം സങ്കീർത്തനത്തിൽ പുരാതന കടകളെ പറയുമ്പോൾ പുരാതന കടങ്കഥകളെന്ന് 78-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ എന്താണെന്ന് പറയുകയാണ് ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു ഉപമ പോലും നിസ്സാരമായിട്ടുള്ളതല്ല. അത് ലോകസ്ഥാപനം മുതൽ മറഞ്ഞിരിക്കുന്ന ദൈവിക മർമ്മങ്ങളെ മനസ്സിലാകാവുന്ന വിധത്തിൽ, അഥവാ അത് കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ എന്ന പോലെ നമുക്കത് കഥകളായി ദൈവം വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം മറഞ്ഞിരിക്കുന്നത് വലിയ മർമ്മങ്ങളാകുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഉപമയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കാര്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വചനം എടുത്ത് വായിച്ച് കേൾപ്പിച്ചത്. ഇപ്പോൾ ധനവാന്റെ ലാസിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയും അത് കഥയല്ലേ, അതിൻ്റെ അത് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കഥ പറയുന്നത് അതെല്ലാം ലോകസ്ഥാപനം മുതൽ മറിഞ്ഞിരിക്കുന്നതാണ്. മനുഷ്യൻ ജനിക്കുമ്പോൾ എവിടെ മരണാനന്തരം പോകുമെന്നൊക്കെ ഉള്ളത് ദൈവം വളരെ വ്യക്തമാക്കി പഠിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. നമുക്കത് മനസ്സിലാകാവുന്ന രീതിയിൽ ധനവാന്റെ ലാസിനെ കാര്യം പറഞ്ഞ് മീതിയുള്ള പാതാളത്തെക്കുറിച്ചും അധമ പാതാളത്തെക്കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു ഇവിടെ ഇടയിലൊരു പിളർപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് അത് കഥ വെളിപ്പെടുത്തിയത് മരണാനന്ത നിലകൾ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് താൻ മരിച്ച് താൻ പരിഹാരത്തിന് വേണ്ടി യാഗമായിട്ടിരുന്നതിന് മുമ്പ് വരെയുള്ള വിശുദ്ധന്മാർ എവിടെയാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അത് ഉപമ എന്ന് പറഞ്ഞപ്പോൾ പുരാതനമായിട്ടുള്ള ലോകസ്ഥാപനം മുതൽ ഉള്ള കാര്യങ്ങളെയാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. മരണാനന്തരങ്ങളെ കുറിച്ചുള്ള പഠനം നമ്മളിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചിലരൊക്കെ പഠിപ്പിച്ച് കഴിയുമ്പോൾ പറയുന്നത് കഥയല്ലേ, അപ്പം അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയും. എന്നാൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു പറഞ്ഞ ഒരു ഉപമ പോലും അത് നിസ്സാരമായി പറഞ്ഞ കാര്യമല്ല. എല്ലാ ഉപമയ്ക്കകത്തും ലോകസ്ഥാപനം മുതൽ മറഞ്ഞിരിക്കുന്ന ഗൂഢമായിട്ടുള്ള കാര്യങ്ങളെയാണ് കർത്താവ് ഉച്ചരിച്ചിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഉപമയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ എല്ലാ ഉപമയ്ക്കകത്തും യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന സകല ഉപമയ്ക്കകത്തും ലോകസ്ഥാപനം മുതൽ മറിഞ്ഞിരിക്കുന്ന മർമ്മമാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് ഉപമ പറഞ്ഞില്ല. മണവാട്ടി സഭയെക്കുറിച്ച് ഒരൊറ്റ ഉപമ പോലും കർത്താവ് ഉച്ചരിച്ചിട്ടില്ല. മണവാട്ടി സഭയെക്കുറിച്ച് കല്യാണം നടക്കുന്ന കല്യാണ സദ്യയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മണവാട്ടി സഭയെക്കുറിച്ച് നിർമ്മലകന്യയെക്കുറിച്ച് ഒരൊറ്റ ഉപമ പോലും പറയാത്തതിൻ്റെ കാരണം ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് മണവാട്ടി സഭയെക്കുറിച്ചുള്ള ഒരു ഉപമയും പറയാതിരിക്കുന്നത്. എന്നാൽ കല്യാണ സദ്യക്ക് പങ്കെടുക്കുന്നതിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും അതിൽ പങ്കാളികളാകുന്നതിനെക്കുറിച്ചുമൊക്കെ ഉള്ള കാര്യങ്ങൾ ഉപമകളായിട്ട് പ്രസ്താവിച്ചിരിക്കുന്നത് ലോകസ്ഥാപനം. അപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ ഏത് ഉപമ പഠിച്ചാലും അത് പ്രത്യേകം മനസ്സിലാക്കണം, അത് ലോകസ്ഥാപനം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കൽ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി
ചിന്തിക്കണമെന്നും ഓർപ്പിക്കുന്നു. ഈ ഒരൊറ്റ വാക്യത്തിനും തന്നെ 25-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, അത് നിശ്ചയമായിട്ടും മണവാട്ടി സഭയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് വ്യക്തമാണ്. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പാണ് മണവാട്ടി സഭയെ ക്രിസ്തുവിൽ ദത്തെടുത്തിരിക്കുന്നത്. വിലയ്ക്ക് ലോകസ്ഥാപനം മുമ്പാണ് ദൈവം നമ്മെ ക്രിസ്തുവിൽ ദത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള കാര്യമായതുകൊണ്ട് ഒരു ഉപമ പോലും മണവാട്ടി സഭയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ 25-ാം അധ്യായത്തിൽ നിരവധി പ്രാവശ്യം പഠിക്കുകയും കേൾക്കുകയും അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതങ്ങനെ അതിനെ അടിവേരിട്ട് പോകുവാൻ കാരണം എന്താകുന്നു, അതിനെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് ഈ ദൈവത്തിൽ പറിക്കുന്ന സത്യത്തിലേക്ക് വരണമേ എന്ന് ഞാൻ ആത്മാവിൽ ഉത്ബോധിപ്പിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് സത്യവചനമാകുന്നു എന്ന് ദൂതൻ തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ കല്യാണ സദ്യയെക്കുറിച്ചുള്ള അത് ഇവിടെ 25-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ഉപമയായി പ്രസ്താവിച്ചിരിക്കുന്ന ബന്ധത്തിൽ ഇവിടെ സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധി ഇല്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്ന ആർപ്പ് വിളിയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ സംഭവിക്കുന്ന കാര്യമല്ല. കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത ഞൊടിയിടയ്ക്കുള്ളിൽ സംഭവിക്കുന്നതാണ്. അന്നേരം ഇങ്ങനെ ആർപ്പ് വിളിക്കാനോ വിളക്കിൽ എണ്ണയുണ്ടെന്ന് ചോദിക്കാനോ പരസ്പരം സംസാരിക്കുവാനോ ഉള്ളതായിട്ടുള്ള യാതൊരു സമയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ശരിയായ രീതിയിൽ പഠിക്കണം. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി എടുത്തിട്ടില്ലെങ്കിൽ എന്നും പണ്ടത്തെ അതേ പല്ലവി പാടിക്കൊണ്ടിരിക്കും. എനിക്കറിയാം, പലപ്പോഴും ബൈബിൾ ക്ലാസ്സൊക്കെ എടുത്ത് ഇതൊക്കെ വളരെ പഠിപ്പിച്ച ശേഷമായി പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കുമ്പോൾ അന്തരവും ചിലർ പ്രാർത്ഥിക്കും, ഞങ്ങളെ 10 ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ ആക്കണമെന്ന് പ്രാർത്ഥിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കും, ദൈവമേ, കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന തുല്യമായി പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതങ്ങനെയല്ല, ഇത് മണവാട്ടി സഭയുടെ നിർമ്മല കന്യക അല്ല, ഇത് കല്യാണ സ്ഥിതിക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാ, ഭൂമിയിലുള്ളവരാ, അവർക്ക് രൂപാന്തരമോ പുനരുത്ഥാനമോ തേജസ്സോ ഉള്ളവരല്ല, സാധാരണ മനുഷ്യരാണ് എന്ന് ക്ലാസ്സൊക്കെ എടുത്ത് പഠിപ്പിച്ച ശേഷമായി പ്രാർത്ഥിക്കാനായിട്ട് സമയം കൊടുത്തു കഴിഞ്ഞാൽ ചിലർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളെയും ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ ആക്കണമേ എന്ന് ഇന്നും പ്രാർത്ഥിക്കുന്ന ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾ കല്യാണ സദ്യക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെടുന്നവരാ. എന്നാൽ എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് കല്യാണ സദ്യക്ക് വേണ്ടി ചില ആൾക്കാരെ ക്ഷണിക്കാൻ വേണ്ടിയുള്ള ദൗത്യമല്ല, ബുദ്ധിയുള്ള 5 കന്യകമാരെ കുറിച്ച് പഠിപ്പിക്കേണ്ട ദൗത്യമല്ല ദൈവം തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാൻ, അവൻ്റെ നിർമ്മല കന്യകയെ തീരുവാൻ ഇന്നും സമയം ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ്റെ മണവാട്ടിയായി തീരണം. അതിനു വേണ്ടിയുള്ള കാഴ്ചപ്പാടാണ് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരണം എന്നതുകൊണ്ടാണ് വളരെ വസ്തുതാപരമായി വസ്തുനിഷ്ഠതയോടുകൂടി സത്യത്തിൻ്റെ വചനത്തെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ പോലും അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം ചെറുപ്പം മുതൽ കേട്ടുവന്ന കാര്യങ്ങളെ കേട്ട് അത് മനസ്സിൽ അങ്ങ് ഉറച്ചിരിക്കുന്നതുകൊണ്ട് അതിനെ ഒന്ന് ആ പ്രതിഷ്ഠയെ എടുത്തു മാറ്റാൻ കഴിയാത്ത വിധത്തിൽ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ രാത്രി ഇളകി മാറേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നിൽക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഇങ്ങനെയുള്ള കടുംപിടുത്തൊന്നും പിടിച്ചുകൊണ്ട് ആരും ഇരിക്കരുത്. വചനമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ബുദ്ധിയുള്ള 5 കന്യകമാരെ കുറിച്ചും അതുപോലെ ബുദ്ധിയില്ലാത്തവരെ കുറിച്ചും പറഞ്ഞിരിക്കുമ്പോൾ അത് നമ്മൾ മണവാട്ടി സഭയെക്കുറിച്ച് നിർമ്മല കന്യകയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്കിവിടെ തുറന്ന് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ നമ്മൾ പാത്രത്തിൽ എണ്ണ എടുക്കുന്നവരാണോ? അല്ല, പാത്രത്തിൽ എണ്ണ എടുക്കുന്നവരല്ല. നമ്മൾ സെക്രട്ടറി 4-ാം അധ്യായം പഠിച്ചിരുന്നല്ലോ,
നമ്മളെ എങ്ങനെയാണ് ആ എണ്ണ ഒഴുകുന്നത്? കുടത്തോട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനം 4 മറന്നുപോയോ? മറന്നു പോകരുത്. കുടമുണ്ട്, കുടത്തോടുകൂടി 7 കുഴൽ. ആ 7 കുഴലാണ് 7 വിളക്കുകളെ പ്രകാശിപ്പിക്കുന്നത്. കർത്താവിൻ്റെ സഭ 7 പൊൻനിഴൽവിളക്കിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല. അപ്പോൾ കൈവിളക്കേന്തിയ കന്യകമാർ എന്നുള്ളത് സുവിശേഷത്തിൻ്റെ അവസാന ശേഷിപ്പിൽപ്പെടുന്നവരാണ്. അതേക്കുറിച്ച് ഈ വിളക്കിനുള്ള ബന്ധത്തിൽ വേഗത്തിൽ 3 തരത്തിലുള്ള ആൾക്കാരെ വേഗത്തിൽ പഠിപ്പിക്കാം. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഗോള സഭയിൽ നിന്ന് 7 പൊൻനിലവിളക്കുകൾ തികവുള്ള ദൈവസഭയെ അത് വാർത്തെടുക്കും. മണവാട്ടി സഭ കഴിഞ്ഞ 2000 വർഷമായി ഈ പറയുന്ന ആഗോളപരമായിരിക്കുന്ന 7 സഭകളെ പ്രതികരിക്കുന്ന ആഗോള സഭ ഭൂമിയിലുണ്ട്. അതിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന കുടത്തിൽ നിന്ന്, എണ്ണയൊഴുകുന്ന കുടത്തിൽ നിന്ന് ദൂതുവാഹികളായി ദൈവത്തെ ബന്ധിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശത്തിൽ പണിയപ്പെട്ട് തികവ് പ്രാപിക്കുന്ന 7 പൊൻനിലവിളക്കുകളാണ് മണവാട്ടി സഭയുള്ള ബന്ധത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷമായി 11 അധ്യായത്തിൽ നമ്മൾ കണ്ടു 2 നിലവിളക്കെന്നുള്ളത് കണ്ടു. അപ്പോൾ അവർ 2 നിലവിളക്ക്, അപ്പോൾ 7 പൊൻനിലവിളക്കിൽ നിന്ന് 2 നിലവിളക്കിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ദൈവസഭയുടെ ശേഷിപ്പാണ്. ഒരു 60% വരുന്നവരാണ്. ചന്ദ്രദേശ് പ്രാപിക്കാനുള്ളവരാണ്. അവിടെ പുനരുത്ഥാനം നടക്കുന്നത് 2 സന്ദർഭങ്ങളായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് 2 നിലവിളക്കെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 പൊൻനിലവിളക്ക് മണവാട്ടി സഭയെക്കുറിച്ചും ആദിജാതന്മാരുടെ സഭയാകുന്നെന്നും സ്വർഗത്തിൽ പ്രേരിക്കുന്ന ആദിജാതന്മാരുടെ സഭ അത് മധ്യാകാശ വരവെങ്കിൽ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്നുള്ളത് വെളിപ്പാട് 12 അധ്യായത്തിലുള്ള ബന്ധത്തിൽ ഒരു ആൺകുട്ടി സ്വർഗത്തിലേക്ക് സ്വർഗീയ സിംഹാസനം എടുക്കപ്പെട്ടെന്നുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷമായി 2 നിലവിളക്കിനുള്ള ബന്ധത്തിൽ പഠിച്ചപ്പോൾ അത് മണവാട്ടിയുടെ തോഴിമാരാകുന്നെന്നും ചന്ദ്രദേശാണ് അവരുടെ തേജസ് എന്നും അവരെ 2 നിലവിളക്കെന്ന് പറഞ്ഞിരിക്കുന്നത് അവരെ 2 സന്ദർഭങ്ങളായിട്ട് അവരുടെ പുനരുത്ഥാനം നടക്കുന്നവരാണെന്നും എതിർക്രിസ്തുവിന്റെ ഭരണാരംഭത്തിൽ നടക്കുന്ന 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ 1-ാമത്തെ നിലവിളക്ക് പുനരുത്ഥാനം പ്രാപിക്കുമെന്നും എതിർക്രിസ്തുവിന്റെ ഭരണാവസാനത്തിൽ നടക്കുന്ന 1-ാമത്തെ പുനരുത്ഥാനത്തിൽ 2-ാമത്തെ നിലവിളക്ക് രക്തസാക്ഷികളാകുന്നവരുടെ സമൂഹം പുനരുത്ഥാനം പ്രാപിക്കുമെന്നും നാം മനസ്സിലാക്കി. അതിന് ശേഷമായി പിന്നീട് ദൈവസഭയുടെ സുവിശേഷം മുഖാന്തരമായി സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ള ഒരു മനുഷ്യൻ പോലും ലോകത്തിൽ ശേഷിച്ചിരിക്കത്തില്ല. അഥവാ എന്ന് പറഞ്ഞാൽ തെളിച്ചു പറഞ്ഞാൽ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത, അതിനുശേഷമായി 3.5 വർഷം കഴിയുമ്പോൾ നടക്കുന്ന 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ 2-ാം സ്വർഗത്തിലുള്ള വിശുദ്ധന്മാർ പുനരുത്ഥാനം ചെയ്യപ്പെടും. അതിനുശേഷമായി 1-ാമത്തെ പുനരുത്ഥാനത്തിൽ രക്തസാക്ഷികളാകുന്ന ദൈവസഭയുടെ 2-ാമത്തെ നിലവിളക്കപ്പെടുന്നവർ പുനരുത്ഥാനം പ്രാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിൽ നിന്ന് 1-ാമത്തെ പുനരുത്ഥാനത്തിന് ശേഷം ഒടുക്കത്തെ നാൾ വരെ സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും ലോകത്തിൽ ജീവിച്ചിരിക്കത്തില്ല. അഥവാ ഈ സ്വർഗീയ തേജസ് പ്രാപിച്ച് സ്വർഗീയ ശരീരത്തോടുകൂടി സ്വർഗാസുഖത്തിൽ എത്തപ്പെടേണ്ട സകല വിശുദ്ധന്മാരുടെയും പുനരുത്ഥാനം 1-ാമത്തെ പുനരുത്ഥാനത്തോട് ചേരും. ഇവിടെ കാണിച്ചിരിക്കുന്ന കൈവിളക്കേന്തിയ ബുദ്ധിയുള്ള കന്യകമാർ പാത്രത്തിൽ എണ്ണയെടുത്തവർ കാണിക്കുന്നത് സുവിശേഷത്തിൻ്റെ അവസാന ശേഷിപ്പാണ്. ഇവരെയാണ് വൃതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മൃതന്മാരല്ല, വൃതന്മാർ. വൃതന്മാർ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ 2-ാമത്തെ വരവുള്ള ബന്ധത്തിൽ എലക്ട് ചെയ്തിരിക്കുന്നവരെയാണ് വൃതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സംശയമില്ലല്ലോ. 7 പൊൻനിലവിളക്ക്, 2 നിലവിളക്ക്, കൈവിളക്ക്, പാത്രത്തിലെണ്ണ, അത് സുവിശേഷത്തിൻ്റെ 30 മേനിയെ കാണിക്കുന്നു. 100 മേനി 7 പൊൻനിലവിളക്ക്, മണവാട്ടി സഭ. 2 നിലവിളക്ക് 60 മേനി കാണിക്കുന്നു. മണവാട്ടിയുടെ തോഴിമാർ ആ ഗണത്തിൽപ്പെടുന്നു. 30 മേനി ആണ് കൈവിളക്കേന്തിയ കന്യകമാർ. അവർ നിത്യജീവന് യോഗ്യതയുള്ളവരായിരിക്കും. അവർക്ക് സ്വർഗീയ തേജസ് ലഭിക്കത്തില്ല. അവർക്ക് പിന്നീട് ലഭിക്കാനുള്ളത് അവർ അതേ നിലവാരത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഭൗമിക തേജസ് പ്രാപിച്ച് പൊതുവാന ഭൂമിയിൽ അവർ ദൂതതുല്യരായ മനുഷ്യരായി തീരുന്ന നിത്യതയിൽ ഭൗമിക തേജസ്സോടെ വാഴാം എന്നുള്ളതാണ് നാം
ഈ ദൈവവചന പഠനത്തിൻ്റെ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒന്നാണെന്ന് പഠിപ്പിക്കരുത്, അങ്ങനെ മനസ്സിലാകരുത്. ഇതെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന നിരകളുണ്ട്, സമയമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഗ്രഹിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഇവിടെ ഇത് ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അവർ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അപ്പോൾ ഈ മയക്കം പിടിച്ചുറങ്ങിയത് എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അപ്പോൾ അത് കർത്താവ് രണ്ടാമത്തെ അവനുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് പറയുന്നത്. എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുന്ന ആർപ്പുവിളി ഉണ്ടായി. ഇവിടെ സമയം അപ്പോൾ കന്യകുമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. അർദ്ധരാത്രി ആയപ്പോൾ അർദ്ധരാത്രി ആയപ്പോൾ ഒരു അറിയിപ്പുണ്ടാകുകയാണ്. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുന്ന ആർപ്പുവിളി ഉണ്ടായി. ഈ കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട ശേഷമായി, അതിയാദമായ സഭ പോയ ശേഷമായി, 2 സാക്ഷികളായിരിക്കുന്ന ഇവിടെ പുനരുത്ഥാനം കഴിഞ്ഞ ശേഷമായി, 1ാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ശേഷിക്കുന്നവർക്കറിയാം ഇനിയുള്ളത് മണവാളൻ വരുന്നത് 2ാമത്തെ വരവില അവനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അപ്പം അത് കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കും. പുറകുമലമായി മണവാളൻ വരാൻ സമയമായി. പാത്രത്തിൽ എണ്ണയൊക്കെ കരുതി സ്വയമായിട്ട് കാത്തിരിക്കുന്ന വ്രതന്മാരെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുക. അവർ എല്ലാവരും ഉറങ്ങിപ്പോയി. കാത്തിരുന്ന് അവസാനം ഉറങ്ങി. നമുക്കറിയാമല്ലോ, നമ്മൾ ആരെയൊക്കെ കാത്തിരുന്ന് കുറച്ച് കഴിയുമ്പോൾ കാത്തിരിപ്പൊക്കെ മാറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോവും അല്ലേ? അങ്ങനെയല്ലേ? രാത്രി ആരെങ്കിലും വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം കാത്തിരിക്കും അല്ലേ? എത്ര ദിവസം കാത്തിരിക്കും? ആദ്യമൊക്കെ ഭയങ്കര ആവേശത്തോടെ കാത്തിരിക്കും, അങ്ങനെയല്ലേ? സമയം പറയാതെ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് ആഗ്രഹമുള്ളതാണ്. നമ്മുടെ മക്കൾ ആരുമാകട്ടെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു ദിവസം വളരെ ശക്തിയോടെ കാത്തിരിക്കും, ആവേശത്തോടെ കാത്തിരിക്കും. പിന്നീട് 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ക്ഷീണം വരും. 3 ദിവസം ആകുമ്പോഴത്തേന് അതിനേക്കാൾ ക്ഷീണം വരും. 4 ദിവസം ആകുമ്പോഴത്തേന് ആദ്യത്തെ ദിവസം ഉറക്കളച്ചിരുന്ന പോലെ ഉറക്കളച്ചിരിക്കുകയില്ല, ഉറങ്ങിപ്പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന കാത്തിരിപ്പിന് അത് കാണാതിരിക്കുമ്പോഴത്തേന് അന്നങ്ങ് മയങ്ങിപ്പോയി. കാരണം അന്നത്തെ ലോകത്തിലെ സ്ഥിതി വിശേഷങ്ങൾ അങ്ങനെയാണ്. കാത്തിരുന്നു, കണ്ടില്ല, മയങ്ങിപ്പോയി. എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ. നാം കാത്തിരുന്ന് ആരും ഉറങ്ങിപ്പോയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചാൽ ഉറങ്ങാൻ സമ്മതിക്കാതെ പരിശുദ്ധാത്മാവ് ഉണർത്തിയെടുക്കും. അതിനുവേണ്ടിയാ രാത്രികളൊക്കെ പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടിയാ വെളിപ്പാട് ദിവസം പഠിപ്പിക്കുന്നത്, അതിനുവേണ്ടിയാ പരസ്യവും നടത്തുന്നത്. ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാ, ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ അന്ന് അങ്ങനെയുള്ള പ്രക്രിയകളൊക്കെ കാണത്തില്ല, കുറഞ്ഞു പോകും. ഇന്ന് ഉണർത്തുവാൻ വേണ്ടിയുള്ള പല മീറ്റിങ്ങുകളും പല കാര്യങ്ങളും ഇന്ന് ഉണ്ട് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ് സജീവമായ ലോകത്ത് നിൽക്കുമ്പോൾ നമുക്കിന്ന് ഉറങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തി, നമ്മെ ഉത്തേജിപ്പിച്ച് പരിശുദ്ധാത്മാവ് ഈ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുമ്പോൾ അന്ന് ഈ പറയുന്നതില്ല. സ്വയമായിട്ട് ഇങ്ങനെ കാത്തിരുന്ന് അവസാനം ഉറങ്ങിപ്പോകും. അത് സ്വാഭാവികമാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുകയാണ്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുകയാണ് ചെയ്യുന്നത്. 2 കാത്തിരിപ്പുണ്ട്. ഉറങ്ങിപ്പോകുന്ന കാത്തിരിപ്പും ഉറങ്ങാതെ ശക്തി പ്രാപിക്കുന്ന കാത്തിരിപ്പും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ദൈവസഭയാകുന്ന ഇന്ന് നമ്മൾ ഉറങ്ങിപ്പോകുന്നവരാണോ, അതോ ഒരു ഉപവാസ പ്രാർത്ഥനയും ഒരു രാത്രി പ്രാർത്ഥനയും ഒരു മീറ്റിംഗ് ഒരു ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട് നാം എങ്ങനെയാ തീരുകയാണ് ചെയ്യുന്നത്? നമ്മുടെ ശക്തിയെ പുതുക്കുകയല്ലേ ചെയ്യുന്നത്? നാം ബലപ്പെടുകയല്ലേ ചെയ്യുന്നത്? കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുവാനുള്ള ശക്തിയല്ലേ ആർജിച്ചെടുക്കുന്നത്? എന്നാൽ അന്നത് കാണത്തില്ല. ഇന്നത് അവൈലബിളാണ്, ഇന്നത് ലഭിക്കുന്നു. അതുകൊണ്ട് പ്രത്യാശ വർദ്ധിക്കുവാൻ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കാത്തിരുന്ന് ശക്തിയെ പുതുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അന്നത്തെ ആ സാഹചര്യത്തിൽ പരിശുദ്ധന്മാർ അവർക്ക് വേണ്ടിയില്ല, പ്രവർത്തിപ്പാൻ ആരുമില്ല. ആ സമയത്ത് കാത്തിരുന്ന് അവർ വിചാരിക്കും ഇന്ന് വരും നാളെ വരും എന്നുള്ള രീതിയിൽ കാത്തിരുന്ന അവസാനം അവിടെ കാത്തിരിപ്പെല്ലാം മാറി നിലയാത്തൊരു സമയം. അവർ കാത്തിരിക്കുന്ന എല്ലാം മറിഞ്ഞെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നുവെന്നുള്ള ആർപ്പുവിളി ഉണ്ടായി. അർദ്ധരാത്രിക്കോ 1-ാം യാമത്തിലോ
രണ്ടാം യാമത്തിൽ വരുന്നത് അറിയുന്നത്. ഇപ്പോൾ മനുഷ്യപുത്രൻ നനയാത്ത നാഴികയിൽ വരുന്നു എന്നുള്ളത് മണവാട്ട് സഭയെ ചേർക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞതല്ല. യാമം ഏതാണെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ, ദിവസങ്ങൾ അറിയാം എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് മനുഷ്യപുത്രൻ വരുന്ന നാളും നാഴികയും അറിയാകിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശമായിരിക്കുന്ന ഒരു മാസമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ നാളും നാഴികയും അറിയത്തില്ല, നാളും നാഴിക അറിയത്തില്ല. ഇപ്പം നമുക്ക് അങ്ങനെയല്ല, നാളും അറിയത്തില്ല, നാഴിക അറിയത്തില്ല, മാസവും അറിയത്തില്ല, വർഷവും അറിയത്തില്ല. എന്നാൽ ഈ പറയുന്ന കർത്താവ് രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അന്ന് കണക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. 3.5 വർഷം സാധാരണ അനുഭവത്തിലും 3.5 വർഷം എതിർക്രിസ്തുവിന്റെ ഭരണം അവസാനിച്ചു കഴിയുമ്പോൾ, അത് ഹർമോദ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ, ലോകാവസാന ബന്ധത്തിൽ നടക്കുമ്പോൾ നാളും നാഴികയും അറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ വരേണ്ടവൻ വരുമെന്ന് അവർക്കറിയാം. ഈ രാത്രി സന്ദേശം മനസ്സിലാകുന്നതിന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്ക് നാളറിയത്തില്ല, നാഴിക അറിയത്തില്ല, മാസം അറിയത്തില്ല, വർഷം അറിയത്തില്ല. എന്നാൽ കർത്താവ് രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാളും നാഴികയും അറിയത്തില്ല. പറയുന്ന അർദ്ധരാത്രിക്കോ 1-ാം യാമത്തിലോ 2-ാം യാമത്തിലോ വരുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് ഈ സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിലും കർത്താവ് ഉപമകളായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളി ഉണ്ടായി, അവൻ എതിരേൽപ്പാൻ പുറപ്പെടുന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. ഇത് ഒരൊറ്റ വാക്ക് കെട്ടിയാൽ അത് പിന്നെ മനസ്സിൽ നിന്ന് പോകത്തില്ല. വ്രതന്മാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും വ്രതന്മാരുണ്ടെങ്കിൽ വ്രതന്മാരെല്ലാം ഒന്നാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. പഴയ നിയമത്തിൽ വ്രതന്മാരുണ്ടായിരുന്നു. എൻ്റെ വ്രതന്മാർ, പഴയ നിയമത്തിലെ വ്രതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നേരം ആ സമയത്ത് സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെയാണ്. മണവാട്ടി സഭയും ഇപ്പോൾ വ്രതന്മാർ എന്നുള്ള ബന്ധത്തെ ഇപ്പോഴത്തെ ഇലക്ടറാണ്. എന്നാൽ രണ്ടാമത്തെ വരെയുള്ള വ്രതന്മാരെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് വ്രതന്മാർ നിമിത്തമോ ആ നാളുകളെ ചുരുക്കുമെന്ന് പറയുന്നത് മണവാട്ടി സഭയുടെ. ഇപ്പം എല്ലാം പറഞ്ഞത് ഒരൊറ്റ അർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കരുത്, അത് ഒരു സന്ദർഭമാണെന്ന് മനസ്സിലാക്കരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കന്യകമാർ എന്ന് പറയുമ്പോൾ, കന്യകമാർ എന്നുള്ള ആ വിഷയം എടുക്കുമ്പോൾ അതിനകത്ത് എല്ലാവരും കന്യകമാരുള്ള ബന്ധത്തിലാണെന്നുള്ള, അത് നിർമ്മല കന്യക ഒന്നാണ്, കുഞ്ഞാടിൻ്റെ തോഴിമാരാകുന്ന കന്യകമാരും ഒന്നാണ്, ഈ പറഞ്ഞ കന്യകമാരും ഒന്നാണെന്നുള്ള ചിന്താഗതി വരരുത്. അതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വേർതിരിവുണ്ട്. നിർമ്മല കന്യകയുണ്ട്, കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ തോഴിമാരാകുന്ന കന്യകമാരുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഉപമയായിട്ട് പറഞ്ഞിരിക്കുക, ഈ വിളക്ക് കത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ഇതിൽ എണ്ണയില്ല എന്ന് മനസ്സിലാക്കുന്നത്. അവർക്കെല്ലാം അറിയാമായിരുന്നു മണവാളൻ വരുമെന്ന്, പക്ഷേ ഒരുങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ സ്വീകരിക്കുന്ന രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അരകെട്ടി വിളക്ക് തെളിയിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. പക്ഷെ ഇവര് ഉറങ്ങിയപ്പോഴും ഈ വിളക്ക് തെളിയിച്ച് എന്ന് പറഞ്ഞാൽ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കർത്താവിന് വരാൻ സമയമായി. ഒരുങ്ങിയിരുന്നു കൊണ്ട് എണ്ണ വാങ്ങിക്കാൻ പോയെന്നതിൻ്റെ അർത്ഥം അതല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഇത് എത്രയേ ഉള്ളൂ. ഇപ്പം കാത്തിരുന്ന ബുദ്ധിയുള്ള ഒരു വ്യക്തി, അവൻ ആ യഥാർത്ഥത്തിൽ ഉറങ്ങിയതാണ്. അവൻ ഉണർന്നു കഴിഞ്ഞാലും തിരിച്ച് അതിലേക്ക് വരും. പക്ഷെ എന്നാൽ മറ്റേ ഒരു വ്യക്തി ബുദ്ധിയില്ലാത്ത പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ അറിയാം എങ്കിലും അതിനനുസരിച്ച് ഒരുങ്ങിയിട്ടില്ല. നാളെ ആകാം, മറ്റന്നാളാകാം, ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ വെച്ച് ബുദ്ധിയുണ്ട്, തിരിച്ചറിവുണ്ട്, അറിയാം, പക്ഷെ ഒരുങ്ങിയിട്ടില്ല. അതാണ് വ്യത്യാസം. ബുദ്ധിയുള്ളവരും എല്ലാവർക്കും അറിയാവുന്നവരാ. കർത്താവ് വരുമെന്ന് അറിയാം, ഒരേ ക്ലാസ് കേൾക്കുന്നവരാ, ഒരുപോലെ പഠിച്ചതാ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധന്മാർ ഒരുപോലെ പഠിപ്പിക്കുന്നു യേശു കർത്താവ് വരുമെന്നുള്ളത്. പക്ഷേ എത്ര പേരതിനെ ഒരുങ്ങും, അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് അത് നാളെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടുകഴിഞ്ഞാൽ
കർത്താവിൻ്റെ കാലത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ വിളക്കെടുത്തുകൊണ്ട് ഇവർ തേടി നടക്കാനല്ല ചെയ്യുന്നത്. എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. 10 പേരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ 5 പേര് അവർ ഉറങ്ങിയപ്പോഴും അവരുടെ മനസ്സിൽ ഉറങ്ങുന്നതിന് മുമ്പും കർത്താവ് വന്നാൽ എനിക്ക് ഈ നിമിഷം അവനെ സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടുള്ളവരാണ്. അവരാണ് കിടന്നു കഴിഞ്ഞിട്ട് ഒറ്റ കെട്ടി കഴിയുമ്പോൾ അവർക്ക് ആ എന്തിനാണോ കിടന്നത്, ഏത് കാര്യത്തിനാണോ പുളിസ്റ്റോപ്പിട്ട് കിടന്നത്, ചാടി എഴുന്നേക്കും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ രാവിലെ 2 മണിക്ക് ഫ്ലൈറ്റിന് പോകണമെങ്കിൽ നിങ്ങൾ ആ ഫ്ലൈറ്റിന് പോകണമെന്നുള്ള ചിന്തയോടെ കിടക്കുന്നത് അല്ലേ? കിടക്കുന്നതിന് വേണ്ടിയാണ്. അലാറം വെച്ചിരിക്കുകയാണ്, 1:30 എഴുന്നേക്കണം, എനിക്ക് റെഡിയായി പോകണം. അപ്പോൾ അതൊരു ഒരുക്കം, ഒരു ആവശ്യമാണ്. 1:30 എഴുന്നേക്കണം, എനിക്ക് പോകണം. അലാറം വെച്ച് കിടക്കുക. അപ്പോൾ അലാറം അടിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? എനിക്ക് ഫ്ലൈറ്റിന് പോകണം എന്നുള്ളതാണ്. മറ്റൊന്നും ചിന്തിക്കത്തില്ല. അത് അവൻ്റെ ഒരുക്കമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ എന്ത് ആണോ ഒരുങ്ങിയിട്ട് ആഗ്രഹിച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കിടന്നത്, അതായിരിക്കും ആരംഭിക്കുന്നത്. അങ്ങനെയല്ലേ? എഴുന്നേൽക്കുമ്പോൾ തന്നെ പിന്നെ അവിടെ ഇവിടെ നോക്കി നടക്കാൻ സമയം എല്ലാവരും ഒരുങ്ങി പോകും. എന്നാൽ മറുഭാഗത്ത് ഇതൊക്കെ അറിയാം, പോകണമെന്നറിയാം, പക്ഷേ ആ ഒരു ആഗ്രഹമില്ല. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ പോകാം, നാളെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കിടക്കുന്നവരുമുണ്ട്. പക്ഷേ ഒരു അറിയിപ്പ് വരികയാണ്, ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർക്ക് പോകാൻ കഴിയത്തില്ല. അതുപോലെ ആണോ പലരും കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടെ കിടക്കുന്നവർ അതിനു വേണ്ടി പോകും. എന്നാൽ അത്രമാത്രം ആഗ്രഹമില്ലാതെ ആ വിഷയത്തെ വലിയ കാര്യമായിട്ട് എടുക്കാതെ നമ്മുടെ രാവിലെ അത്ര അത്യാവശ്യമില്ലാത്ത കാര്യമാണ്, സാധാരണ രീതിയിലുള്ള കാര്യമാണ്, നമ്മൾ അതുപോലെ എഴുന്നേൽക്കുകയുള്ളൂ. അപ്പം ഇതിനെ അത്രമാത്രം ആവശ്യബോധത്തോടു കൂടി കിടക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. അവർക്ക് ആ വിഷയം വരുമ്പോൾ അവർക്ക് ഉടനെ തന്നെ അതിനു വേണ്ടി ഒരുങ്ങാൻ കഴിയും. എന്നാൽ ആ വിഷയങ്ങളൊക്കെ അറിയാമെങ്കിലും അതിന് അത്രമാത്രം താല്പര്യം കൊടുക്കാതെ കിടക്കുന്നവരാണ്. ഉണരുമ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, അയ്യോ ഒരുങ്ങി പോകണമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് ബുദ്ധിയില്ലാത്തതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആവശ്യമുള്ളവൻ ഉറങ്ങുമ്പോഴും അവൻ്റെ മനസ്സിൽ നിന്ന് ആവശ്യം പോകത്തില്ല. അവൻ്റെ ഉപബോധ മനസ്സിൽ ആഗ്രഹം കിടക്കും. അവൻ ഉണർന്നു കഴിയുമ്പോൾ അതിനുവേണ്ടി അവൻ ഒരുങ്ങാൻ അവന് സാധിക്കും. എന്നാൽ അവൻ്റെ ഉപബോധ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയാം അല്ലേ? ഫ്ലൈറ്റിന് പോകേണ്ടവരാ. ഞാൻ ഉദാഹരണം പറയുന്നതാണ്. ഫ്ലൈറ്റിന് പോകണം, നമുക്കറിയാം 2:30 പോകണം, 1:30 അലാറം അടിച്ച് നമ്മൾ എഴുന്നേറ്റു. പക്ഷേ ഈ കുഞ്ഞായിരിക്കുന്ന ബുദ്ധിയില്ലാത്ത, ചിന്തിക്കാൻ കഴിയില്ലാത്തൊരു കൊച്ചുണ്ടെങ്കിൽ അതിനെ 1:30 അലാറം അടിച്ചാൽ മനസ്സിലാകത്തില്ല. പിന്നെ എഴുന്നേൽപ്പിക്കണം, ഒരുക്കണം അല്ലേ? എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഒരു പ്രായത്തിലേക്ക് എത്തിയെങ്കിലേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ, ഇന്ന കാര്യത്തിന് വേണ്ടിയാണെന്നുള്ളത്. അല്ലെ? കൊച്ചുങ്ങളെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് ഒരുക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു അനുഭവത്തിൽ ഇവർക്ക് അറിയാം. കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട്, മോളെ നാളെ രാവിലെ 2:30 ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ, ഞാൻ വിളിക്കും, നീ എഴുന്നേക്കണം, പോണം. പക്ഷേ കൊച്ചെഴുന്നേക്കുവോ? എഴുന്നേക്കത്തില്ല. അല്ലെ പിന്നെ അതിനോട് താല്പര്യം വേണം. അങ്ങനെ താല്പര്യത്തോടെ കിടന്നു കഴിഞ്ഞാൽ ഒരൊറ്റ വെല്ലിന് എഴുന്നേക്കും, പോകാൻ തയ്യാറാകും. ഇതാണ് എൻ്റെ ഉദാഹരണം. ഇത്രയേ ഉള്ളൂ, ഒരുക്കത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇവർ കിടന്നുറങ്ങി ഒരു നിമിഷത്തിനുള്ളിൽ പോകാനുള്ള വഴി തുറക്കപ്പെട്ടു, അഥവാ കർത്താവിൻ്റെ തേജസ് പ്രത്യക്ഷപ്പെടുന്നു. ആ സമയത്ത് അറിയാം മണവാളൻ വന്നത്. ചാടി എഴുന്നേൽക്കും. പോകാനുള്ളവർ ഒരുങ്ങുമ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടി, അവരെ അവിടുന്ന് മാറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ തയ്യാറാകും. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അവരെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉണർന്നിരുന്നവരെ, കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരുക്കമുള്ളവരെ ദൈവത്തിനറിയാം. ദൈവം അവരെ വേർപിരിച്ചെടുക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇല്ലാത്തവര് എന്നും പരാതിയും പറഞ്ഞ് പരിവവും പറഞ്ഞ് അവിടെയും തട്ടി ഇവിടെയും തട്ടി അവരും ഇതിനകത്തെ ഭാഗമാണ്. പക്ഷേ ദൈവത്തിനറിയാം അവൻ ഒരുങ്ങിയിട്ടില്ല. അവനെ വേർതിരിക്കുന്നത് എങ്ങനെയാണ് ഈ കൊയ്ത്ത് നടക്കുന്നത്, വേർതിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന 5 ബുദ്ധിയുള്ള കന്യകമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മണവാട്ട് സഭയിലെ ആൾക്കാരല്ല എന്ന് പറയാൻ വേണ്ടി മറ്റൊരു ഉപമയിലൂടെ കർത്താവ് അതേപോലെ തന്നെ ഈ സംഭവം എങ്ങനെയാണ് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ വസ്തുതാപരമായി പഠിപ്പിക്കും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 കന്യകമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉപമ കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ സഭയുടെ, പുതിയ നിയമസഭയുടെ അവസാന ശേഷിപ്പായിരിക്കുന്ന സുവിശേഷത്തിൻ്റെ വക്താക്കളിൽ
കർത്താവിൻ്റെ വരവേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരെ ദൈവത്തിൻ്റെ ദൂതന്മാർ കർത്താവ് വേർതിരിക്കുമ്പോൾ അവരെ വേർതിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്നവരെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് തരുവീരെന്ന് പറഞ്ഞ് ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. അത് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊന്നും പറ്റത്തില്ല, അവനവൻ തന്നെ ഒരുങ്ങണം. അതുകൊണ്ട് ഈ ആത്മീയ ജീവിതത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കൂട്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇന്നൊക്കെ എവിടെ പോകാനും കൂട്ടൊക്കെ ആവശ്യമാണ്, അല്ലേ? പ്രൈസിൽ ഒറ്റയ്ക്കൊക്കെ പോകാൻ മടിയുള്ളവരുണ്ട്, ഇരുട്ടിനെ പേടിയുള്ളവരുണ്ട്, യാത്ര ചെയ്യാൻ പേടിയുള്ളവരുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ മരിക്കുമ്പോൾ നീ ആരെ കൂട്ടുപിടിക്കും? ആര് നിന്റെ കൂടെ വരും? ആര് വരും? ഇവിടെ എല്ലാത്തിനും കൂട്ടാവശ്യമാണ്. പക്ഷെ ഒരു യാത്രയുണ്ട് കേട്ടോ, ആരും കൂട്ടിന് വരത്തില്ല. ഭാര്യ കാണത്തില്ല, ഭർത്താവ് കാണത്തില്ല, മകൻ കാണത്തില്ല, മകള് കാണത്തില്ല, ആരും കാണത്തില്ല. ഇവിടുന്നൊരു യാത്രയുണ്ട്, അതിലൊരുങ്ങണം, പോയേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരുക്കം എന്ന് പറയും. ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇവിടെ നമുക്ക് പോകാൻ എല്ലാറ്റിനും കൂട്ടാവശ്യമാണ്. അത് വേണം. നമുക്ക് യാത്ര ചെയ്യാൻ ഒരാളെ കൂട്ട് വേണം, ആവശ്യമാണ്. രാത്രി പോകാൻ ഒരാൾക്ക് കൂട്ടാവശ്യമാണ്. അതൊക്കെ നമുക്ക് കൂട്ടാവശ്യമാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ശ്വാസം പോകുമ്പോൾ എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചു നിൽക്കാൻ സമയമുണ്ടോ? എൻ്റെ കൂടെ ഇത് വരാമോ എന്ന് പറയുമോ? കൊണ്ടുപോകാൻ പറ്റുമോ? സാധിക്കുമോ? അതിനെയാണ് ആത്മീയ ഒരുക്കം എന്ന് പറയുന്നത്. ആത്മാവിൽ ഒരുങ്ങിയേ പറ്റുള്ളൂ. എനിക്ക് ആരെയും കൊണ്ടുപോകാൻ കഴിയത്തില്ല, നിങ്ങൾക്കും ആരെയും കൊണ്ടുപോകാൻ കഴിയത്തില്ല. നമ്മൾ ഒരുങ്ങിയേ മതിയാകുള്ളൂ. ആ ഒരുക്കത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവര് ഒരുക്കം എന്നുള്ളത്, ഞാൻ പറയട്ടെ, ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചവരാ. കൂട്ടുകൂടി നടന്ന അവസാനം അവരെ കൂടി എന്നെ കൊണ്ടുപോകും എന്നൊക്കെ വിചാരിച്ചതാ. പിന്നെ അവിടെ പോകുമ്പോൾ എനിക്കും ആ കെയറോപ്പിൽ പോകാമെന്നൊക്കെ വിചാരിച്ച് കിടന്നവരാ. മനസ്സിലായോ? പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പരിപാടി നടക്കത്തില്ല. പിന്നെ ദൈവം ചില സ്പെഷ്യൽ കേസുകൾ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ദൈവം പിന്നീട് പറഞ്ഞുതരാം. കുഞ്ഞുങ്ങളായിട്ടുള്ളവരെ മണവാട്ടി സഭയുടെ ആൾക്കാർ എടുക്കപ്പെട്ടാൽ ദൈവരെ കുടിയെടുക്കും. കാരണം അവർ ഒറ്റപ്പെട്ടു പോകാൻ, അനാഥത്വം പ്രാപിപ്പാൻ ദൈവം സമ്മതിക്കുകയില്ല. അങ്ങനെ ഭാഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളെയും എടുക്കപ്പെടത്തില്ല കർത്താവിൻ്റെ മധ്യാകാശ വരവുകൾ. ഇവിടെയും ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ പോകുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കൂട്ടുപിടിച്ച് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിരിക്കരുത്. കൂട്ടം തെറ്റിപ്പോകും. ഒറ്റയ്ക്ക് പോകേണ്ട സ്ഥലമുണ്ട്, പോയേ മതിയാകുള്ളൂ. ഞാൻ ആരെ കൂട്ടുപിടിക്കും? എൻ്റെ ആത്മീയ യാത്രയുടെ അവസാനം എന്ന് പറഞ്ഞാൽ, യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ കൂട്ടിന് വരാൻ ആരും കാണത്തില്ല. എന്നാൽ കൂട്ടിന് വരാൻ ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവ്. അവനെ അക്ഷയമായി സ്നേഹിച്ചുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ ജീവൻ നയിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ ബുദ്ധിയില്ലാത്തതായതുകൊണ്ട് അവർ പലരെയും കൂട്ടിന് ചോദിച്ചു, എന്നെ അവിടെ കൊണ്ടുപോകണം, നീ ഒരുങ്ങിയിട്ടുണ്ടോ, എന്നെ അവിടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ഒരുക്കമുള്ളവരെ കൊണ്ടുപോകാൻ വേണ്ടി ദൈവം റെഡിയായി. പക്ഷേ അവൻ്റെ വസ്ത്രത്തെ പിടിച്ചു പോകാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ നടന്നില്ലെന്ന്. അതിനെ വേർതിരിച്ചു. എങ്ങനെയാന്നുള്ളത് ഞാനത് ദൈവം വെളിപ്പെടുത്താം. എങ്ങനെയാന്നുള്ളത് എന്ന് പറഞ്ഞാൽ, ഒരുവൻ പോകാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ കൂടെ പിടിക്കുന്നവരുണ്ട്, ഞാനിവിടെ വരുമെന്ന് പറഞ്ഞുണ്ട്. പക്ഷേ ദൈവം വേർതിരിച്ച് മാറ്റിയിടും. കൊണ്ട് പറയുന്നത്, 2 പേർ ഒരു കിടക്കയിൽ കിടക്കും, ഒരാളെ എടുക്കും, ഒരാളെ ഉപേക്ഷിക്കും. 2 പേർ വയലിലായിരിക്കും, ഒരുവനെ എടുക്കും, ഒരാളെ ഉപേക്ഷിക്കും. 2 പേർ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവനെ ഉപേക്ഷിച്ച് ഒരാളെ തള്ളിക്കും. എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്ന സംഭവം ആയിരിക്കുന്ന ആ ഒരു വലിയ ആശ്ചര്യകരമായ സമയം, ആകാശത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം മനസ്സിലാകും. 2 പേർ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരാളെ പെട്ടെന്ന് ദൂതൻ വന്ന് കൊണ്ടുപോകും, ദൈവം വേർതിരിക്കും. മനസ്സിലായോ? അതിൻ്റെ കൊയ്ത്തിനെ കുറിച്ച് അവർ പഠിക്കുമ്പോൾ മനസ്സിലാകും എന്താണെന്നുള്ളത്. ഇവിടെ ബുദ്ധിയുള്ള കന്യകമാർ എങ്ങനെയാണ് അവർ തന്നെ പോവുകയല്ല ചെയ്തത്,
അവരെ കൊണ്ടുപോകാനുള്ള വഴി കൂടി അവരെ വേർതിരിക്കുകയാണ്. ഇപ്പോൾ പരിഭ്രമം ഉണ്ടാകും, വലിയൊരു പരിഭ്രമം ഉണ്ടാകും. കർത്താവിന്റെ വരവൻ രണ്ടാമത്തെ വരവെങ്കിൽ നമ്മൾ കർത്താവിനോട് വരുമ്പോൾ ഇവിടെ വലിയ പരിഭ്രമം ഉണ്ടാകും, വലിയൊരു സംഭവം ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് എല്ലാവർക്കും മനസ്സിലായി യേശു വന്നു എന്നുള്ളത്. പക്ഷേ ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ അന്ന് പോകാൻ കഴിയത്തുള്ളൂ. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവെ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ നാടും നാഴികയും നിങ്ങൾ അറിയാകിയാൽ ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഇത്രയും പറഞ്ഞപ്പോൾ അത് വളരെ വ്യക്തമാണ്, മണവാട്ടി സഭയുടെ അല്ലെന്ന് മനസ്സിലായി. ഇനി എന്താണ് ഈ ഉണർന്നിരിക്കുന്നത്, എന്താണ് വേർതിരിക്കുന്നത്, എങ്ങനെയാണ് ഇവര് കല്യാണ സദ്യക്ക് ചെന്നത് എന്നതുകൂടി ഇന്ന് രാത്രിയിൽ ഞാനൊന്ന് ജസ്റ്റ് വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കാരണം അതുകൂടി ഒന്ന് ഇതോടുകൂടി ബന്ധപ്പെട്ട് പറഞ്ഞെങ്കിലേ ഇത് മനസ്സിലാകുള്ളൂ. ഇപ്പം ഇത്രയും പറഞ്ഞപ്പോൾ ഇന്ന് അതുകൂടി ഒന്ന് പറയാമെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാകും. അതുകൊണ്ട് നാളേക്ക് ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അത്രയും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇത്രയും പറഞ്ഞപ്പോൾ 14 അധ്യായം, വെളിപ്പാട് ദിവസം 14 അധ്യായത്തിൽ നമ്മൾ പഠിക്കാതെ വിട്ടിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വേഗത്തിൽ വായിക്കുന്നത്, പിന്നീടാണ് പഠിക്കേണ്ടത്. പക്ഷെ ഇത്രയും പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇവരെ കല്യാണ സദ്യക്ക് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഉള്ള ഭാഗം വായിക്കാം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ശരിക്കും പഠിക്കേണ്ടത് പിന്നീടാണ്, കർത്താവിന്റെ മധ്യാകാശ ഭാഗത്ത് പ്രത്യക്ഷതയിലാണ്. പക്ഷെ ഇത്രയും പറഞ്ഞപ്പോൾ ഈ കന്യകമാരെ കുറിച്ചും ബുദ്ധിയുള്ള കന്യകമാരെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ കല്യാണ സദ്യക്ക് ചെന്നൊന്ന് മനസ്സിലായി. ഇത് കല്യാണ സദ്യക്ക് ചെല്ലുന്നത് ഭൂമിയിലാണെന്നുള്ളതും മനസ്സിലായി. എന്നാൽ ഇത് ആരാണ് മാറിപ്പോകുന്നവർ, തള്ളപ്പെട്ടു പോകുന്നവർ, എന്താണ് സംഭവിക്കുന്നുള്ളത് കൂടി മനസ്സിലാകാൻ വേണ്ടി വെളിപ്പാട് ദിവസം 14 അധ്യായം 14 കൊണ്ട് വാക്യങ്ങൾ വായിക്കുന്നത്. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു, മേഘത്തിൽ മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. ഇവിടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഈ മൃതന്മാരെ വേർതിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഉപമയായിട്ട് പറയുമ്പോൾ രണ്ടുപേര് ഒരു കിടക്കയെ കിടക്കും, അവരെ ഒരാളെ എടുക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കഥാണ്ടാത്തവരോട് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് കൊയ്ത്തിനെ കുറിച്ച് ഞാൻ വെളുത്തൊരു മേഘവും, നമ്മളതേക്കുറിച്ച് പിന്നീട് നമ്മൾ വിശദമായി ചിന്തിക്കും. പക്ഷെ ഇതെന്താ സംഭവിക്കുന്നുള്ളത് ഞാൻ വേഗത്തിൽ വെളിപ്പെടുത്തി സന്ദേശം അവസാനിപ്പിക്കാം. ഇവിടെ പറയുന്നത്, ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രൻ, ഇത് കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ളത് യാതൊരു സംശയമില്ല. കാണുന്ന മനുഷ്യപുത്രനാണ്, സദൃശനായി പൊൻകിരീടധാരിയായി വെളുത്തൊരു മേഘത്തിൽ പൊൻകിട ധരിച്ച് മൂർച്ചയുടെ അരിവാളുമായി ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇവൻ്റെ ഇരിക്കുന്നത് അരിവാളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അതിനെ വാളിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ നമുക്ക് പഠിക്കുമ്പോൾ 3 തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് ഇരുവായത്തുള്ള വാള്, മറ്റൊന്ന് വാള്, മൂന്നാമത്തത് അരിവാൾ. ഇത് 3ഉം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു എന്ന് രേഖപ്പെടുത്തി 19 അധ്യായത്തിൽ പറഞ്ഞു. 19 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. 19 അധ്യായം അതിൻ്റെ 15 അധ്യായം, ജാതികളെ വെട്ടുവാൻ അതിൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ഇതെല്ലാം വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് അതിനകത്തുള്ളത്. എന്നാൽ ദൈവസഭയ്ക്കകത്ത് പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുവായത്തിലുള്ള വാളാണ്. ഇരുവായത്തിലുള്ള വാളാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇരുവായത്തിലുള്ള വാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മെ പണിതെടുക്കുന്നതാണ്, മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ്. ഇരുവായത്തിലുള്ള വാൾ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നതാണ് ഇരുവായത്തിലുള്ള വാൾ എന്ന് പറഞ്ഞാൽ. പരിശുദ്ധാത്മാവ് നമ്മെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വേദനയുണ്ടാകും, ഭാരമുണ്ടാകും, നമ്മുടെ ഭാവങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ, കുറവുകളെ വെളിപ്പെടുത്തുമ്പോൾ ദുഃഖമുണ്ടാകും. പക്ഷേ അതേ വചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ് ഇരുവായത്തിലുള്ള വാൾ. ദൈവസഭയ്ക്കകത്ത് ദൈവദാസന്മാർ, ദൈവമക്കൾ, മനുഷ്യരോട് നമ്മൾ ഇടപെടുമ്പോൾ നാം ഉപയോഗിക്കേണ്ടത് ഇരുവായത്തിലുള്ള വാളാണ്. ദൈവം നമുക്കെന്ന ഇരുവായത്തിലുള്ള വാളാണ്. ഞാനതേക്കുറിച്ച് നേരത്തെ പെർഗമോസ് സഭയുള്ള ദൂതനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇരുവായത്തിലുള്ള വാളാണ് ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ കയ്യിൽ
ഇരുവായത്തുള്ള വാളും ഇരിക്കട്ടെ എന്ന് 150 സംഗീതത്തിൽ. അപ്പം നമ്മുടെ ദൈവം തന്നിരിക്കുന്നത് വാളല്ല, അരിവാളല്ല. ദൈവം തന്നിരിക്കുന്നത് ഇരുവായത്തുള്ള വാളാണ്. ഇരുവായത്തുള്ള വാളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട് മാനസാന്തരപ്പെടുവാനുള്ള, മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കാനുള്ള സന്ദേശമാണ് ദൈവത്തിൻ്റെ വചനം. അതിനകത്ത് നരകത്തെക്കുറിച്ചും നഷ്ടപ്പെട്ട് കളയൊന്നും, ഭാവിയാണെന്നും നരകത്തിൽ പോകുന്നൊക്കെ പറയുമ്പോൾ അത് വളരെയധികം വിഷമമുളവാക്കും ചിലർക്ക്, കേട്ടിരിക്കുന്നവർക്ക്. പക്ഷേ മറുഭാഗത്ത് പറയും, കുഞ്ഞാട് മുഖാന്തരമായി, സുവിശേഷം മുഖാന്തരമായി, യേശു മരിച്ചത് മുഖാന്തരമായി, ഉയർക്കപ്പെട്ട രൂപാന്തരപ്പെട്ട മുഖാന്തരമായി പാപത്തിന് പരിഹാരം വരുത്തിയതുകൊണ്ട് ഭാവിയായ മനുഷ്യ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ആ ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഒന്ന്, മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ വെളിപ്പാടാണ്, അല്ലെങ്കിൽ വ്യാപാരമാണ് ഇരുവായിട്ടുള്ള വാളെന്ന് പറയുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഭാവിയായ മനുഷ്യൻ നീതികരണമുണ്ടെന്നും നീ തെറ്റിക്കളഞ്ഞാൽ ന്യായവിധി ഉണ്ടെന്നുള്ളതുമാണ്. ആശ്വാസത്തോടെ വെളിപ്പെടുത്തുന്നത്. ആശ്വാസമില്ലാത്തല്ല, നീ പാപിയ, നീ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ എന്നുള്ളതല്ല യേശുവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം. നീ ജനിച്ചത് പാപിയ, നീ ചെയ്യുന്ന മുഴുവൻ പാപമാ, അതുകൊണ്ട് പാപിയായ മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ, മരിച്ചേ മതിയാകുള്ളൂ, നിത്യമരണത്തിന് പോയേ മതിയാകൂ എന്നുള്ളതല്ല. പാപത്തെക്കുറിച്ചും നീതീകരിക്കുന്ന ആശ്വാസത്തിൻ്റെ സന്ദേശം പറയും. രാത്രിയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം, അല്ലേ? എത്ര സന്തോഷമാണെന്നറിയാമോ ഇരുവായത്തുള്ള വാള് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ? അത് കേൾക്കുമ്പോൾ എത്ര ആശ്വാസം ഉണ്ടാകുമെന്ന് അറിയാമോ? അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും. അത് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈ തന്നിരിക്കുന്നത് ഇരുവായത്തുള്ള വാളാണ് ദൈവം തന്നിരിക്കുന്നത്. 149 സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം, അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായത്തുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത് ഇരുവായത്തിലുള്ള വാളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനുള്ളതല്ല. അത് നാം പറയേണ്ടത് പറഞ്ഞേ മതിയാകുള്ളൂ, സത്യം പറഞ്ഞേ മതിയാകുള്ളൂ. എന്നാൽ അതേ വചനം ആശ്വസിപ്പിക്കും. അവഗണിച്ചാൽ ന്യായവിധി ഉണ്ടെന്നുള്ളത് പറഞ്ഞാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുന്നത് ആശ്വാസമാണ്. രാത്രിയിൽ ആശ്വാസമാണ് ഇരുവായത്തുള്ള വാള്. അത് എത്ര കുഴഞ്ഞു മറിഞ്ഞ വിഷയമാണെങ്കിലും ദൈവത്തിന് വചനം ഇടപെട്ട് കഴിയുമ്പോൾ അവിടെ അത് ആശ്വാസമായിത്തീരും. ദൈവസഭയിൽ ദൈവദാസന്മാര്, ദൈവമക്കളിൽ നമ്മളിൽ തന്നിരിക്കുന്നത്, നമ്മുടെ കൈകളിൽ ദൈവം തന്നിരിക്കുന്നത് വാളല്ല, നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത് ഇരുവായത്തുള്ള വാളാണ്. എന്നാൽ നാം മറുഭാഗത്ത് യുദ്ധം ചെയ്യുമ്പോൾ, സാത്താനോട് യുദ്ധം ചെയ്യുമ്പോൾ, അവനോട് നാം യുദ്ധത്തിനിറങ്ങുമ്പോൾ, സർവായുധവർക്കം ധരിച്ച് നാം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇരുവായത്തുള്ള വാളല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന വാളാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യരോട് ഇടപെടുമ്പോൾ നമ്മുടെ കയ്യിൽ ഇരുവായത്തുള്ള വാളെ ഉപയോഗിക്കാവുള്ളൂ. എന്നാൽ സാത്താനോട് ഇടപെടുമ്പോൾ ഒരു ദാക്ഷിണ്യവും പാടില്ല. അന്ധകാര പൈശാചിക മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ കോംപ്രമൈസ് അല്ല, അത് വെട്ടിക്കളയുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഉത്തമ പടയാളിയെ തീർന്നു കഴിഞ്ഞാൽ നാം പോർക്കളത്തിൽ പടയാളികളാണ്. നമ്മുടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ശക്തമായ ദൈവത്തിൻ്റെ വാൾ ഉപയോഗിക്കണം. അതെ, പൈശാചികന്റെ കോട്ടകളെ ഇടിക്കുന്ന, അതെ, അവന്റെ ശക്തികളെ ഇല്ലാതാക്കി കളയുന്ന വാളാണ് ദൈവവചനത്തിന്റെ ഉപയോഗിക്കുക. അപ്പൊ ഇത് വചനത്തിനകത്ത് രണ്ടുമുണ്ട്. അതെ, നാശത്തിനുള്ളതുണ്ട്, നശിപ്പിക്കാനുള്ളതുണ്ട്, അതുപോലെ തന്നെ ജീവിപ്പിക്കാനുള്ള. മനുഷ്യനോട് ഇടപെടുമ്പോൾ അത് ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് മനുഷ്യനാണെങ്കിലും നമ്മൾ അവരോട് ഇടപെടുമ്പോൾ ഇരുവായത്തുള്ള വാളായിരിക്കണം നാം ഉപയോഗിക്കേണ്ടത്. ചില സന്ദർഭങ്ങളിൽ പൗലോസൊക്കെ അത് നേരെ വളരെ വിഷമിച്ചു കഴിഞ്ഞപ്പോൾ വാളായിട്ട് അവർ ഉപയോഗിച്ചിട്ട് അത് അവർക്ക് നാശമായി തന്നിട്ടുമുണ്ട്. അപ്പോൾ 6-ാം അധ്യായം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 17-ാം വാക്യം, രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുകയും. ഞാൻ ഇതിങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ ഹെൽമറ്റൊക്കെ കണ്ടുപിടിച്ചത് ഇന്നാണ് എല്ലാവരും, തലയ്ക്ക് സംരക്ഷണം അല്ലേ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഹെൽമറ്റിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുക, തല സൂക്ഷിച്ചോണമെന്ന്, സംരക്ഷിച്ചോണമെന്ന്. അപ്പം
അത് സംരക്ഷിച്ച് നിർത്തണം. ശിരസ്ത്രം ഉണ്ടായിരിക്കണം, അത് ധരിച്ചിരിക്കണം എന്നിട്ട് പറയുകയാണ് ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുകയും. ദൈവത്തിന്റെ വചനം ഇരുവായത്തിലുള്ള വാളായി മനുഷ്യരോട് സംസാരിക്കണം. എന്നാൽ പൈശാചിക മണ്ഡലത്തോട് ഒരു ഭക്തൻ യുദ്ധം ചെയ്യുമ്പോൾ കോംപ്രമൈസ് അല്ല, ദൈവവചനത്താൽ വെട്ടിക്കളയുകയാണ് ചെയ്യേണ്ടത്. യേശു ക്രിസ്തുവിന്റെ കയ്യിലിരിക്കുന്ന വാള് അത് നമ്മുടെ ഏൽപ്പിച്ചിട്ടില്ല, അത് അരിവാളാണ്. അരിവാൾ കൊയ്യുവാൻ വേണ്ടിയാണ്. കൊയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യേശു കർത്താവിന് മാത്രമേ മനുഷ്യനെ വേർതിരിക്കാൻ കഴിയത്തുള്ളൂ. 10 കന്യകമാരോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ, അത്യോടുള്ള ബന്ധത്തിൽ സാധനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, അന്ന് കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവർ ആരൊക്കെയാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ദൂതനറിയത്തില്ല. എന്നാൽ ഒരുങ്ങിയിരിക്കുന്നവരെ ഉണർത്തുവാൻ വേണ്ടി, അവരെ ശേഖരിക്കാൻ വേണ്ടി, നമുക്കറിയാമല്ലോ, തെങ്ങിൽ കിടക്കുന്ന ഒരു കൊല തേങ്ങയിൽ നിന്ന് അല്ലെങ്കിൽ കുലകൾ കിടക്കുമ്പോൾ അതിൻ്റെ അകത്ത് അരിവാൾ ഉപയോഗിച്ചാണ് ഏത് കൊലയാണ് വിളഞ്ഞിരിക്കുന്നത് നോക്കി അതിനെ അറുത്തെടുക്കാൻ വേണ്ടി അരിവാള ഉപയോഗിക്കുന്നത്. പറഞ്ഞാൽ അത് വേർതിരിച്ചെടുക്കണം. അങ്ങനെ വേർതിരിച്ചെടുക്കുവാൻ ദൈവത്തിന് കയ്യിരിക്കുന്ന അരിവാൾ എറിയുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരിൽ നിന്നും അന്ന് വൃതന്മാരായി കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ വചനമാകുന്ന അരിവാൾ വേർതിരിക്കും. അവരെയാണ് ദൂതന്മാർ കൂട്ടിക്കൊണ്ടുവന്ന് മണവാളനെ എതിരേൽപ്പാൻ വേണ്ടി ഒലിവുമലയിൽ അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ന് രാത്രി സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഈ 10 കന്യകമാരിൽ 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു. അപ്പോൾ അവരെ ഒരു കടക്കിൽ കിടക്കുന്നവരായിരിക്കും, ഒരു ജോലി ചെയ്യുന്നവരായിരിക്കും, ഒരു വയലിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, പല സന്ദർഭം ഒരു വീട്ടിലുള്ളവരായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനമാകുന്ന അരിവാൾ ദൈവം അയച്ചു കഴിയുമ്പോൾ ആരാണോ ആ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെടുവാൻ വേണ്ടിയുള്ള വൃതന്മാർ, അവരെ ഈ വചനമാകുന്ന അരിവാൾ വേർതിരിക്കും. അത് കുടുംബത്തിൽ നിന്ന് വേർതിരിക്കും, വയലിൽ നിന്ന് വേർതിരിക്കും, കിടക്കിൽ നിന്ന് വേർതിരിക്കും. എവിടെയാണെങ്കിലും, ആശുപത്രി കിടക്കിലാണെങ്കിലും, ഹോസ്പിറ്റലാണെങ്കിലും, എവിടെയാണെങ്കിലും ഈ ദൈവവചനമാകുന്ന അരിവാൾ പിതാവാം ദൈവത്തിന്റെ പുത്രനായി നിൽക്കുന്ന ക്രിസ്തുയേശുവിന്റെ അതിന്റെ കയ്യിലിരിക്കുന്ന അരിവാൾ അയച്ചു കഴിയുമ്പോൾ അത് വേർതിരിച്ച് നിർത്തും. അവരെയാണ് ദൂതന്മാർ കൂട്ടിക്കൊണ്ടുവന്ന് മണവാളനെയും മണവാട്ടിയെയും പരിവാരങ്ങളെയും ഒരു മലയിൽ ഇറങ്ങുന്ന സ്വീകരിക്കാൻ വേണ്ടി കൂട്ടിച്ചേർക്കുന്നവർ. അവരെയാണ് ഇവിടെ ബുദ്ധിയുള്ള കന്യകമാർ ബന്ധപ്പോൾ ഇവർ ഉണർന്നെന്ന് പറയുമ്പോൾ, ഇവരെ അവിടെ വേർതിരിച്ച് നിർത്തുമ്പോൾ ദൂതന്മാർ വന്ന് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാർ ചെയ്ത് നിൽക്കുമ്പോഴാണ് പരാക്രമമുണ്ടാകുന്നത്, പരവേശമുണ്ടാകുന്നത്. കുറച്ചു പേർ എഴുന്നേറ്റു, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിൽക്കുമ്പോൾ, മാറി നിൽക്കുമ്പോൾ, പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേഗത്തിൽ വേർതിരിവുണ്ടാകും. ദൂതന്മാർ ഇവരെ എടുത്തുകൊണ്ട്, ദൈവം അയച്ചിരിക്കുന്ന ദൂതന്മാർ വളരെ വേഗത്തിൽ അങ്ങനെ വചനമാകുന്ന അരിവാളയച്ച് വേർതിരിക്കുന്ന വിശുദ്ധന്മാരെ കർത്താവിനെ എതിരേൽപ്പാൻ വേണ്ടി ഒലിവുമലയുടെ അരികത്തേക്ക് യെരൂശലേമിലേക്ക് കൂട്ടിച്ചേർക്കും. അതിനെയാണ് കൊയ്ത്തിന്റെ ലോകാവസാനത്തിൽ നടക്കുന്ന കൊയ്ത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് നയിക്കാൻ, അത് ചെയ്തെടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൂതന്മാർക്ക് അറിയത്തില്ല ആരാ ഒരുങ്ങിയിരിക്കുന്നത്, ആരാ വൃതന്മാരെന്ന് അറിയത്തില്ല. അത് വേർതിരിക്കുന്നത് കർത്താവ് തന്നെയാണ്. എന്നാൽ ദൈവസഭയെ ചേർക്കാൻ വേണ്ടി അരിവാൾ അയച്ചല്ല ദൈവം നമ്മളെ ചേർക്കുന്നത്. എങ്ങനെയാ ദൈവം നമ്മളെ ചേർക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? എങ്ങനെയാണ് നമ്മുടെ കർത്താവ് മധ്യാകാശം നമ്മളെ ചേർക്കുന്നത്? എങ്ങനെയാണ്? കർത്താവിന് മധ്യാകാശവരവെങ്കിൽ അരിവാളാണോ വായിക്കുന്നത്? അല്ല. കർത്താവ് തൻ്റെ കാഹളം നീട്ടിയൂതും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ഒരു ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോട് അവന്റെ ശ്വാസം അയക്കും. ശ്വാസം, അതിനെയാണ് കാഹളം എന്ന് പറയുന്നത്. ആ ശ്വാസം അയക്കുമ്പോൾ നാം പുനരുത്ഥാനം പ്രാപിച്ചെഴുന്നേൽക്കും. രൂപാന്തരപ്പെടേണ്ടവർ ആ കാഹളം ശബ്ദത്തെങ്കിൽ രൂപാന്തരപ്പെടുന്ന. രാത്രിയിൽ അനേകരുടെ സംശയങ്ങൾ മാറിയെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ കർത്താവ് രണ്ടാമത്തെ വരവെങ്കിൽ കാഹളമയച്ചല്ല, കാഹളമൂതിയല്ല, ദൂതന്മാരെ കാഹളങ്ങളോടി അയക്കും. ദൈവം ദൂതന്മാരെ കാഹളങ്ങളോടി അയക്കും. അതേക്കുറിച്ച് നമ്മൾ പഠിക്കും. അവർ ഭൂമിയുടെ നിന്ന് ഈ വൃതന്മാരെ കൂട്ടിച്ചേർക്കും. അപ്പോൾ ദൈവം വേർതിരിച്ച് നിർത്തുന്നവരെ ദൂതന്മാർ കാഹളങ്ങളോട് ചെന്ന് അവരെ
കൂട്ടിച്ചേർക്കുവാനേ തരും. എന്നാൽ കർത്താവിന്റെ മധ്യാകാശവരവെങ്കിൽ ദൂതന്മാരുടെ കാഹളത്തിലല്ല, അവന്റെ ശ്വാസം തന്നെയാണ് നമ്മെ രൂപാന്തരപ്പെടുത്താൻ പോകുന്നത്. രാത്രിയിൽ എല്ലാ കണ്ണുകളും ദൈവസ്ഥാനപ്പെട്ടാട്ടെ. അരിവാൾ കൊണ്ട് വേർതിരിച്ച് ദൂതന്മാർ കാഹളവുമായിട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന അല്ലേ നിങ്ങൾ ചിത്രങ്ങളിലും പടങ്ങളിലും കണ്ടിട്ടുള്ളത്. എന്നാൽ അതിന് മാറ്റം രാത്രിയിൽ ആവശ്യമാണ്. അത് ദൈവമായി അരിവാളയച്ച് വേർതിരിക്കുന്നവരെ ദൂതന്മാർ കാഹളങ്ങളോട് കൂടെ പുറപ്പെട്ട് ഭൂമിയുടെ അറുതികളിൽ നിന്ന് കൂട്ടിവരുത്തുന്ന വൃതന്മാർ എല്ലാവരും കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ മണവാളനെ മണവാട്ടിയും അവന്റെ പരിവാരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ളവരാ. എന്നാൽ അതിനു മുമ്പായി ഏത് നിമിഷം, ഏത് ദിവസം, എന്നാണ്, ഏത് പക്ഷത്തിലാണെന്ന് അറിയത്തില്ല, കുഞ്ഞാടിന്റെ കാഹളശബ്ദം കേൾക്കാൻ സമയമായി. രാത്രിയിൽ അതിനായി നമ്മുടെ കാതുകളെ ഒരുക്കാം, കാത്തിരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ രൂപാന്തരപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് വേഗമുള്ളവരായി ജീവിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഈ പഠനത്തിൽ നിന്ന് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടുള്ള ബന്ധത്തിൽ വൃതന്മാരായിട്ടുള്ള ചേർക്കുന്നുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി ബാക്കിയുള്ള ഭാഗങ്ങളെ കുറിച്ച് ദൈവം വെച്ചാൽ കർത്താവിനെ വെച്ചാൽ വരുന്ന ആഴ്ചയിൽ ചിന്തിക്കാം. കർത്താവിന്റെ വരവാണെങ്കിൽ നമ്മളെ അരിവാട് കൊണ്ടല്ല ദൈവം നമ്മളെ വേർതിരിക്കുന്നത്, കർത്താവിന്റെ കാഹളം കൊണ്ട് നാം വേർതിരിക്കപ്പെട്ട് നിൽക്കുന്നവരാ. ദൈവം നമ്മളെ തന്റെ ശ്വാസം കൊണ്ട് നമ്മെ രൂപാന്തരപ്പെടുത്തിയെടുക്കും. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പുനരുത്ഥാനം ചെയ്തെടുക്കുമെന്നുള്ള ഒരു കൈമാറുന്നു. രണ്ടാമത്തെ വരവെങ്കിൽ അരിവാളാണ് അയക്കുന്നത്, വചനമാണ്, അത് വേർതിരിക്കുന്നതാണ്. ദൂതന്മാർ പുറപ്പെട്ട് കാഹളങ്ങളോട് പുറപ്പെട്ട് വൃതന്മാരെ ചേർക്കും. അന്ന് കൈവിടപ്പെട്ടു പോകുന്നവരുണ്ട്. അവരാണ് പിന്നീട് ഞങ്ങളെ കൂടി ചേർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണ സദ്യയുടെ വാതിക്കൽ വന്ന് മുട്ടുന്നത്. എന്നാൽ സുവിശേഷത്തിന്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ പ്രവേശിപ്പാൻ സാധ്യതയില്ല. സുവിശേഷത്തിന്റെ വാതിൽ യേശുക്രിസ്തുവാണ് തുറന്നത്. ആ വാതിൽ അടയ്ക്കുന്നതും കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. കല്യാണ സദ്യയ്ക്ക് വാതിൽ അടയ്ക്കുന്നതോടുകൂടി സകല കാര്യങ്ങളും അവിടെ അസ്തമിക്കുകയാണ്. പിന്നീട് ഉള്ളത് ഉണ്ട്. അത് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അത് ഇടത്തും നടത്തുന്ന നീതിമാന്മാരെ വേർതിരിക്കുന്നതാണ്. അപ്പോൾ നീതിമാന്മാർ വേറെ, വ്രതന്മാർ വേറെ. ഇന്ന് രാത്രിയിൽ പഠിച്ചവന്നോട് ചിന്തിക്കാം. മണവാട്ടി സഭ നിർമ്മല കന്യകയുണ്ട്, തോഴിമാരാകുന്ന കന്യകമാരുണ്ട്, വ്രതന്മാരായിട്ടുള്ളവരുണ്ട്, നീതിമാന്മാരെ കണത്തിപ്പെടുന്നുണ്ട്. ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി നാം എന്താണ് ചിന്തിച്ചത്? നാം മണവാട്ടിയാണ്, നമ്മുടെ കയ്യിൽ ദൈവം ഇരുവാൾ തന്നിട്ടുണ്ട്. എന്നാൽ കർത്താവ് നമ്മെ ചേർക്കുന്നത്, മധ്യാകാശം വരുന്നത് അവന്റെ കാഹള ശബ്ദം കൊണ്ടാണ് നമ്മെ രൂപാന്തരപ്പെടുത്തി കർത്താവ് കൊണ്ടുപോകുന്നത്, പുനരുത്ഥാനത്തോടെ കൊണ്ടുപോകുന്നത്, തേജസ്സുള്ള ശരീരങ്ങളാക്കി മാറ്റുന്നത്. കർത്താവ് രണ്ടാമത്തെ വരവെങ്കിൽ അവന്റെ കാഹളമല്ല, അവൻ കയ്യിലിരിക്കുന്ന അരിവാളയച്ച്, വചനമാകുന്ന അരിവാളയച്ച് ഇവരെ വേർപെടുത്തി നിർത്തുമ്പോൾ, അങ്ങനെ വേർപെടുത്തി നിർത്തുന്നവരെ ദൂതന്മാർ കാഹളധ്വനിയോട് കൂടി വന്ന് അവരെ കർത്താവിനെ സ്വീകരിപ്പാൻ വേണ്ടി അവരെ ഒരുമിച്ച് ചേർക്കും. അവരാണ് കുഞ്ഞാണ്ടോടെ വിരുന്നശാലയിലേക്ക് പ്രവേശിക്കുന്നത്. അവർ പ്രവേശിച്ച് കഴിയുമ്പോൾ അത് എത്രമാത്രം പ്രവേശിക്കാനുണ്ടോ അവരെ അതിനെല്ലാം നമുക്ക് വചനങ്ങളുണ്ട്. അതിൻ്റെ സമയത്ത് നമ്മൾ പഠിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ദൈവത്തിന് സ്തോത്രം കരയറ്റാം. സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും സംബന്ധമായ ന്യായമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കാൻ മറക്കരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ക്ലാസ് അവസാനിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.